ഞങ്ങളുടെ ഭവനങ്ങളിലേക്ക് വരണമേ, സമൂഹങ്ങളിലേക്ക് വരണമേ. ഈ ഫാത്തിമ ദിനത്തിൽ സഭയെ ഉണർത്തണമേ. പരിശുദ്ധാത്മാവേ വേഗം പറന്നിറങ്ങണമേ, ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേകണമേ. പരിശുദ്ധാത്മാവേ വരണമേ. സർവശക്തിയുടെ ആത്മാവിനെ വിളിച്ച്, ആത്മാവേ വരിക, സഭയെ ശക്തീകരിക്കുക. ഈ കാലഘട്ടത്തിന് ആവശ്യമായ അതിസ്വാഭാവിക അഭിഷേകം ഞങ്ങളിലേക്ക് പകരണമേ. ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർക്കേതാവിന്റെ ആത്മാവിന്റെ കൃപകളാൽ നിറയുവാൻ, അതിസ്വാഭാവിക അഭിഷേകത്താൽ നിറയുവാൻ, ഈ തലമുറയെ വീണ്ടെടുക്കുവാൻ ആവശ്യമായ അസാധാരണമായ ദൈവശക്തിയാൽ നമ്മളെല്ലാം പൂരിതരാകുവാൻ അമ്മയുടെ കരം പിടിച്ച് പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് ഒരിക്കൽ കൂടെ ഉന്നതമായ പ്രസാദവരങ്ങൾ ദാസർ. ആവേ മരിയ, പ്രസാദവരങ്ങൾ ദാസർക്കേകൾ. കരങ്ങൾ ഉയർത്തി ഒന്ന് ചേർന്ന് ഒരുമിച്ച് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മൾ ആത്മാവിനെ വിളിച്ചു പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മ അഭിഷേകത്തിനായി, പരിശുദ്ധാത്മ കൃപകൾക്കായി, പരിശുദ്ധാത്മ ദാനഫല വരങ്ങൾക്കായി ഈ ഫാത്തിമ ദിനത്തിൽ അമ്മ മാതാവിനോട് ചേർന്ന് നമ്മളൊരു മനസ്സോട് ഒന്നിച്ച് വിളിക്കുന്നു. പരിശുദ്ധാത്മാവേ വരിക, വരിക, വരിക. പരിശുദ്ധാത്മാവേ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സഭയ്ക്കൊരു പുതിയ പെന്തക്കോസ്തയുടെ വസന്തം നൽകണമേ. പെന്തക്കോസ്തയുടെ ശക്തിയാൽ ഞങ്ങളെ നിറയ്ക്കണമേ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ വരണമേ. ഞങ്ങളെ കുടുംബങ്ങളെ ബലപ്പെടുത്തണമേ, സമൂഹങ്ങളെ വിശുദ്ധീകരിക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കാലത്തിന്റെ അടയാളങ്ങൾ തിരിച്ചറിഞ്ഞ് ദൈവീക ജ്ഞാനത്തോടെ ജീവിക്കുവാൻ പരിശുദ്ധാത്മാവെ സഹായിക്കണമേ. സാധിക്കുന്നവർ കരങ്ങൾ പരസ്പരം കോർത്തു പിടിച്ച്, കൈകൾ പരസ്പരം കോർത്തു പിടിച്ച് പരിശുദ്ധ അമ്മ മാതാവിനോട് ചേർന്ന്, അമ്മ പരിശുദ്ധാത്മാവിന്റെ സകല ദാനഫല വരങ്ങളും അമ്മയിൽ അതിന്റെ പൂർണ്ണതയിലുണ്ട്. ആത്മാവിന്റെ അതിസ്വാഭാവിക കൃപകൾ നമ്മിൽ നിറയണമെങ്കിൽ നമ്മൾ അമ്മയോട് ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. അനോയിന്റ് us. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം പോ. വരിക പരിശുദ്ധാത്മാവേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹാലേ. ഒന്ന് ചേർന്ന് പരിശുദ്ധ അമ്മയോടൊപ്പം നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിച്ച് പാടുന്നു. സ്തോത്രമാമേ, ഹല്ലേലൂയ, 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 സ്തോത്രം ആമേ. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാൻ സർവേശ്വരന്റെ പരിശുദ്ധ ദൈവമാതാവേ ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കണമേ. ആമേൻ, ആമേൻ. ഒരു നിമിഷമാണ്. ആവേ മരിയ ഒരു 3 പ്രാവശ്യം എല്ലാവരും ഉച്ചത്തിൽ പറഞ്ഞ് ആവേ മരിയ. എല്ലാവരും ഒരുമിച്ച് പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ. ആവേ 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 മരിയ, ആവേ 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 മരിയ. മരിയ അമ്മേ, അമ്മയോട് ചേർന്ന് ഞങ്ങൾ പാടുന്നു. ആവേ 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 മരിയ, ആവേ ആവേ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി.
ആമേൻ. ആമേൻ. നമ്മുടെ കർത്താവിൽ എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ഈ ഫാത്തിമ ദിനത്തിൽ അമ്മയോടൊപ്പം തിരുവചനങ്ങൾ ധ്യാനിക്കുകയാണ്. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. പരിശുദ്ധമ്മ സ്വർഗം വിട്ടിറങ്ങി ഫാത്തിമയിലെ ആ കുന്നിൻ ചെരുവുകളിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് അമ്മ മാതാവിലൂടെ സ്വർഗം നൽകിയ പ്രവചന സന്ദേശങ്ങൾ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിന് ഏറെ പ്രാധാന്യമുള്ളതാണ്. തിരുസഭയുടെ ചരിത്രത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണങ്ങൾ പലയിടങ്ങളിലും പലപ്പോഴായി സംഭവിച്ചിട്ടുണ്ട്. അതിനെല്ലാം അതിൻ്റേതായ പ്രാധാന്യവുമുണ്ട്. എന്നാൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ഫാത്തിമയിൽ പരിശുദ്ധ അമ്മ പ്രത്യക്ഷപ്പെട്ട് നമ്മെ അറിയിച്ച സന്ദേശങ്ങൾ നമ്മുടെ ഈ കാലഘട്ടവുമായി യുഗാന്ത്യ സഭയ്ക്ക് അതിപ്രാധാന്യമേറിയ സന്ദേശമാണ് അമ്മ അറിയിച്ചത്. നമ്മൾ എന്തിനാണ് എല്ലാ മാസവും ഈ 13-ാം തീയതി ഷെക്കേന ന്യൂസിലൂടെ, അത് പ്രത്യേകം പരിശുദ്ധ അമ്മയിലൂടെ ത്രിയേക ദൈവം തന്നൊരു സന്ദേശമാണ്. എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ആചരിക്കണം. ഇതിൻ്റെ പുറകിൽ എന്തുകൊണ്ടാണ് സഭയിൽ എല്ലാ മാസവും 13-ാം തീയതി പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ആ മരിയൻ ദിനമായി ആചരിക്കുവാൻ അമ്മ ആവശ്യപ്പെട്ടത്? നമുക്കറിയാം, ഇറ്റലിയിലെ ഒരു സാധാരണ നേഴ്സായിരുന്ന പെരീന ഗില്ലി എന്ന് പറയുന്ന ഒരു പാവപ്പെട്ട നേഴ്സിനെ പരിശുദ്ധ അമ്മ മാതാവ് പ്രത്യക്ഷപ്പെട്ടു. റോസ മിസ്റ്റിക് അമ്മ പരിശുദ്ധ കത്തോലിക്ക സഭയ്ക്കുന്ന അപകടങ്ങൾ തിരിച്ചറിഞ്ഞ് പ്രാർത്ഥിച്ചും പരിത്യാഗം ചെയ്തും പരിഹാര പ്രവർത്തികൾ അനുഷ്ഠിച്ച് ബഹുമാനപ്പെട്ട വൈദികരെയും സമർപ്പിതരെയും ശക്തിപ്പെടുത്തുവാൻ പരിശുദ്ധ അമ്മ മാതാവ് പെലീന ഗിലി എന്ന് പറയുന്ന ആ സാധാരണ ഒരു പാവപ്പെട്ട സ്ത്രീ, ആ സ്ത്രീയോട് ആവശ്യപ്പെടുകയാണ്. തുടർന്ന് നമുക്കറിയാം, അതിനോട് ബന്ധപ്പെട്ട് ഒത്തിരി സന്ദേശങ്ങൾ അമ്മ നൽകി. നമ്മൾ അതിനെക്കുറിച്ചല്ല ഇന്ന് ധ്യാനിക്കുന്നത്. എന്തിനാണ് എല്ലാ മാസവും 13-ാം തീയതി മരിയൻ ദിനമായി ആചരിക്കുവാൻ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നമ്മോട് ആവശ്യപ്പെട്ടത്? അതിൻ്റെ പ്രാധാന്യം നമ്മൾ തിരിച്ചറിയാനാണ്. പരിശുദ്ധ അമ്മ പെരീന ഗില്ലിയോട് പറഞ്ഞു. അമ്മ പറഞ്ഞ വാക്കുകൾ നമുക്ക് ശ്രദ്ധിക്കാം. എല്ലാ മാസത്തിലെയും 13-ാം തീയതി മരിയൻ ദിനമായി കൊണ്ടാടണമെന്ന് അമ്മ മരിയൻ ദിനത്തിനായി ഒരുങ്ങുന്ന സന്യാസികൾ സമർപ്പിത സാധങ്ങളുടെയും ധാരാളിത്തം, സമൃദ്ധി അനുഭവിക്കുവാൻ സാധിക്കുമെന്ന് അമ്മ വാഗ്ദാനം ചെയ്യുകയാണ്. എത്ര മനോഹരമായ വാഗ്ദാനമാണ്! പരിശുദ്ധ അമ്മ മാതാവിലൂടെ ഈ വാഗ്ദാനം നമുക്ക് നൽകിയത് ത്രിയേക ദൈവമാണ്. ഇത് സ്വർഗത്തിൻ്റെ പ്രോമിസാണ്. ഈ വാഗ്ദാനമനുസരിച്ച്, ഈ സ്വർഗീയ സന്ദേശമനുസരിച്ചാണ് സഹോദരങ്ങളെ ഷെക്കേന ന്യൂസിലും നമ്മൾ അമ്മ മാതാവിൻ്റെ പ്രത്യേക ദിനമായി ഈ 13-ാം തീയതി ആചരിക്കുന്നത്. ആ ദിനത്തിൽ അന്ത്യകാല പ്രവാചിക എന്ന പേരിൽ പരിശുദ്ധ അമ്മയെ മഹത്വപ്പെടുത്തി അമ്മ മാതാവിൻ്റെ വിവിധങ്ങളായ പ്രത്യക്ഷീകരണങ്ങളിലൂടെ ശുശ്രൂഷയാണിത്. ഇന്ന് ഫാത്തിമ ദിനമാണ്. എൻ്റെ സഹോദരങ്ങളെ, ഞാൻ ആരംഭത്തിൽ സൂചിപ്പിച്ചു, മറ്റേത് മരിയൻ പ്രത്യക്ഷീകരണത്തെക്കാളും നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് വലിയ പ്രാധാന്യമുണ്ട്. വെളിപാട് പുസ്തകം 12-ാം അധ്യായം 1-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം നമ്മെ പഠിപ്പിക്കുകയാണ്. സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണപ്പെട്ടു. സൂര്യനെ ഉടയാടിയ നക്ഷത്രങ്ങൾ കൊണ്ടുള്ള കിരീടം. അപ്പോസ്തലൻ യോഹന്നാൻ ഒരു ദർശനം കാണുകയാണ്. സ്വർഗത്തിൽ ഒരു അടയാളം യോഹന്നാൻ ശ്ലീഹ കാണുകയാണ്. എന്തായിരുന്നു അടയാളം?
ആടിയാക്കിയ സ്ത്രീ, സൂര്യനെ വസ്ത്രമായി ധരിച്ചൊരു സ്ത്രീ. ഈ സ്ത്രീയുടെ ശിരസിൽ 12 നക്ഷത്രങ്ങൾ. ഈ വചനത്തെക്കുറിച്ച് പല വിധത്തിലുള്ള ദൈവശാസ്ത്ര ചിന്തകൾ ഉണ്ടെങ്കിലും ഇന്ന് സഭയിൽ പല വിധത്തിലുള്ള ദൈവശാസ്ത്ര ചിന്തകൾ ഈ വചനത്തോട് ബന്ധപ്പെട്ട് നിലവിലുണ്ട്. എന്നാൽ എൻ്റെ സഹോദരങ്ങളെ, ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് പറഞ്ഞു, ഞാൻ വെളിപാടിലെ കന്യകയാണ്. നമ്മുടെ അമ്മ മാതാവ് ലോകത്തോട് വിളിച്ചു പറയുകയാണ്, തൻ്റെ മക്കളായി നമ്മെ അറിയിക്കുകയാണ്. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന സൂര്യനെ ഉടയാടയാക്കിയ, ചന്ദ്രനെ പാദപീഠമാക്കിയ വെളിപാടിലെ സ്ത്രീ, വെളിപാടിലെ കന്യക ഞാൻ തന്നെയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം നൽകുന്ന സ്ഥിരീകരണമാണത്. ഒരു കൺഫർമേഷനാണ്, നമുക്കുള്ള ഉറപ്പാണ്. നമ്മൾ സംശയിക്കേണ്ട സഹോദരങ്ങളെ, വെളിപാട് 12:1 പ്രതിപാദിച്ചിരിക്കുന്ന ഈ സ്ത്രീ, അത് പരിശുദ്ധ അമ്മ മാതാവ് തന്നെ സ്ത്രീയാണ്. അവൾ വെളിപാടിലെ കന്യകയാണ്. അവൾ സ്വർഗത്തിൻ്റെ സൈന്യാധിപയാണ്. അവൾ അന്ത്യകാലത്തിൻ്റെ പ്രവാചകിയാണ്. അതുകൊണ്ടാണ് സിസ്റ്ററിലെത്ത പ്രധാനിയായൊരു ഇടയ കുഞ്ഞായിരുന്നു ലൂസിയാന. നിങ്ങൾ നിർണായകമൊരു യുദ്ധത്തിലാണ്, ഒരു ഫൈനൽ ഫൈറ്റിൽ. എന്താണ് അമ്മ അറിയിച്ചത്? നിങ്ങൾ ആ സ്ക്രീനിലോട്ട് നോക്കി ഒരുമിച്ച് വായിച്ചേ. നിങ്ങളൊരു അന്തിമ യുദ്ധത്തിലാണ്. സഹോദരങ്ങളെ, മറന്നു പോകരുതേ. പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം തരുന്ന പ്രവചന സന്ദേശം, നിങ്ങൾ നിർണായകമായ യുദ്ധത്തിലാണ്. ഇത് നിർണായക യുദ്ധത്തിൻ്റെ സമയമാണ്. വെളിപാടിലെ കന്യകയും അഗ്നിമയനായ ഉഗ്ര സർപ്പവും തമ്മിലുള്ള ഘോരയുദ്ധം. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന അഗ്നിമയനായ ഉഗ്ര സർപ്പം ഏതാണ്? വെളിപാട് പുസ്തകം, ആ ചുവന്ന സർപ്പം, റെഡ് ഡ്രാഗൺ. പരിശുദ്ധമ്മ പലയിടങ്ങളിലും പ്രത്യക്ഷ ഫാദർ സ്റ്റെഫാനോ ഗോപി എന്ന് പറയുന്ന ആ വന്യ വൈദികൻ അമ്മ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന ഈ ചുവന്ന സർപ്പം, ഈ റെഡ് ഡ്രാഗൺ, അത് ഒരു തരത്തിൽ കമ്മ്യൂണിസം, അത് പിശാചിന്റെ വലിയൊരു ചതിയാണ്. കാരണം വെളിപാടിൽ പ്രതിപാദിക്കുന്ന അഗ്നിമയനായ സർപ്പം, ഈ സർപ്പം ഏതാണ്? സാത്താനാണ്, പിശാചാണ്. ഇന്ന് ലോകത്തിലുണ്ട് ദൈവനിഷേധത്തിൻ്റെ, ദൈവദൂഷണത്തിൻ്റെതായ പലവിധ ആശയങ്ങൾ, പഠനങ്ങൾ ഇന്ന് ഒരുപാട് വർദ്ധിച്ചു കൊണ്ടുവരുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഫാത്തിമയിൽ അമ്മ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, ഉഗ്രമായ യുദ്ധത്തിലാണ്. എന്നാൽ ഈ യുദ്ധത്തിൽ എന്താണ് സംഭവിക്കുന്നത്? ഈ യുദ്ധത്തിന്റെ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. ഇത് പരിശുദ്ധ അമ്മ മക്കളായ നമ്മെ നോക്കി അറിയിച്ച സ്വർഗത്തിൻ്റെ ആലോചനയാണ്. അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ കാലഘട്ടത്തിൽ നമ്മുടെ രക്ഷയ്ക്ക് വേണ്ടി നൂറ്റാണ്ടുകൾക്ക് മുൻപ് നൂറ്റാണ്ടുകൾക്ക് മുൻപ് നമുക്കറിയാം, നോഹയുടെ കാലഘട്ടത്തിൽ ജലപ്രളയം മൂലം ദൈവത്തിന് ന്യായവിധി ലോകത്തിലേക്ക് വന്നപ്പോൾ നോഹയെ അവൻ്റെ കുടുംബത്തെ പറഞ്ഞു. എൻ്റെ സഹോദരങ്ങൾ, ഇന്ന് ലോകത്തിന് വിവിധങ്ങളായ വിനാശങ്ങളിൽ നിന്ന് ലോകത്തിൽ സംഭവിക്കുന്ന, ഇനി സംഭവിക്കാൻ പോകുന്ന പല വിധത്തിലുള്ള തകർച്ചകൾ, പല വിധത്തിലുള്ള വിനാശങ്ങൾ, പ്രകൃതിക്ഷോഭങ്ങൾ, മഹാമാരികൾ, പകർച്ചവ്യാധികൾ, വിവിധങ്ങളായ വിധത്തിലുള്ള പ്രതിസന്ധികൾ, ഇതിൽ നിന്ന് ലോകം ഒരുക്കിയിരിക്കുന്ന ആ പേടകമാണ്, ജയം വരിക്കും. എൻ്റെ സഹോദരൻ, നമ്മൾ മനസ്സിലാക്കണം, പരിശുദ്ധ അമ്മ പറഞ്ഞു. ഞാൻ അതും ഫാത്തിമ പ്രതിഷ്ഠിക്കുന്നതോട് ബന്ധപ്പെട്ടാണ്. വലിയ പ്രാധാന്യമുണ്ട്. അമ്മ അറിയിച്ച സന്ദേശം ഇതാണ്: വെളിപാടിൽ പ്രതിപാദിച്ചിരിക്കുന്ന പ്രപഞ്ച വ്യതിയാനങ്ങളുടെ കാലഘട്ടത്തിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് അമ്മ നിങ്ങളുടെ ഇടയിലേക്ക് വന്നിരിക്കുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എൻ്റെ സഹോദരങ്ങളെ, അങ്ങനെയാണെങ്കിൽ നമ്മളായിരിക്കുന്ന ഈ കാലഘട്ടത്തിൻ്റെ പ്രാധാന്യം മനസ്സിലാക്കണം. നമ്മൾ എവിടെയാണ് എത്തി നിൽക്കുന്നത്? നമ്മൾ എന്തുമാത്രം ആത്മീയമായി ഒരുങ്ങണം? നമ്മൾ എന്തുമാത്രം നമ്മളെ തന്നെ വിശുദ്ധീകരിക്കണം?
നമ്മൾ എന്തുമാത്രം ഈ ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കുവാനായി തയ്യാറാകണം. വെളിപാട് പുസ്തകം അവിടെ 10-ാം അധ്യായം 6-ാം വചനത്തിൽ കർത്താവിൻ്റെ പരിശുദ്ധ വചനം പഠിപ്പിക്കുകയാണ്. ആകാശവും അതിലുള്ളവയും ഭൂമിയും അതിലുള്ളവയും ഇനി കാലവിളംബം ഉണ്ടാവുകയില്ല, ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. ശ്രദ്ധിക്കണമേ, വെളിപാട് പുസ്തകം 10:6 എന്താ പറയുന്നത്? ഇനി കാലതാമസം ഉണ്ടാവുകയില്ല. ഇത് ആത്മീയമായി ഒരുങ്ങേണ്ട നാളുകൾ, ലോകത്തിൻ്റെ പാപങ്ങൾക്ക് വേണ്ടി, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച് പരിഹാരം ചെയ്യേണ്ട നാളുകൾ. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം നമ്മെ അറിയിക്കുന്ന സന്ദേശം അതാണ്. വെളിപാട് പുസ്തകം 16:17 നമ്മൾ കാണുന്നുണ്ട്. എന്താണ് ദൈവത്തിന്റെ വചനം പറയുന്നത്? ഏഴാമൻ തന്റെ പാത്രം അന്തരീക്ഷത്തിലേക്ക് ഒഴിച്ചു. സഹോദരങ്ങളെ, വെളിപാട് പുസ്തകം കർത്താവെ ഞങ്ങളോട് 6-ാം അധ്യായം 6-ാം അധ്യായം 17-ാമത്തെ വചനമാണ്. അവിടെ പറയുന്നത്, ഇതാ ക്രോധത്തിന്റെ നാളുകൾ വന്നു കഴിഞ്ഞു. ക്രോധത്തിന്റെ നാളുകൾ വന്നു കഴിഞ്ഞു. ഫാത്തിമ സന്ദേശത്തിലൂടെ പരിശുദ്ധ അമ്മ അറിയിക്കുന്ന ഒരു മുഖ്യ സന്ദേശം ഇതാണ്. ദൈവക്രോധത്തിന്റെ നാളുകൾ വന്നു കഴിയുന്നു. നമ്മൾ അനുതപിക്കുക, കൂടുതൽ കൂടുതൽ പ്രാർത്ഥിക്കുക, പാപികളെ മാനസാന്തരത്തിന് വേണ്ടി പരിത്യാഗം ചെയ്യുക, പരിഹാരം ചെയ്യുക, ലോക സമാധാനത്തിന് വേണ്ടി ധാരാളം ജപമാ. ക്രോധത്തിന്റെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. ക്രോധത്തിന്റെ ദിനങ്ങൾ വന്നു കഴിഞ്ഞു. അപ്പോൾ നമ്മളിത് മനസ്സിലാക്കണം. ഈ ഫാത്തിമ പ്രത്യക്ഷീകരണത്തിനായി ആ 3 ഇടയ കുഞ്ഞുങ്ങളെ സ്വർഗം ഒരുക്കിയ വിധങ്ങൾ നമ്മൾ മനസ്സിലാക്കണം. പ്രത്യേകിച്ച് അന്ത്യകാല പ്രവാചിക ഈ ശുശ്രൂഷ ഈ ഫാത്തിമ ദിനത്തിൽ തന്നെ വന്നിരിക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, ലൂസി അവിടെ പറയുന്നുണ്ട്, 1916 ഒരു വസന്ത കാലത്താണ് അവർക്ക് ആ ദർശനമുണ്ടാകുന്നത്. വളരെ പ്രഭാപൂർണമായിട്ടുള്ള വലിയൊരു പ്രകാശം കാണുകയാണ്. ഈ പ്രകാശത്തിൽ നല്ല തേജസ്വിനിയായ ഒരു ചെറുപ്പക്കാരനെ, നല്ല തേജസ്സുള്ള ഒരു യുവാവ് പോലെയുള്ള ചെറുപ്പക്കാരനെ ഈ 3 ഇടയ കുഞ്ഞുങ്ങൾ കാണുകയാണ്. ഈ 3 ഇടയ കുഞ്ഞുങ്ങളെ ഒരുക്കുവാൻ കർത്താവ് അയച്ച കർത്താവിൻ്റെ ദൂതനായിരുന്നത്. സ്വർഗത്തിൻ്റെ സന്ദേശങ്ങൾ, സ്വർഗീയ ദൂതുകൾ നമ്മൾ കേൾക്കണമെങ്കിൽ നമ്മൾ ഒരുപാട് അതിനായി ഒരുങ്ങേണ്ടതുണ്ട് സഹോദരങ്ങളെ. ഈ മാലാഖ ഈ കുഞ്ഞുങ്ങളോട് ആ മാലാഖ പറഞ്ഞത്, ഞാൻ സമാധാനത്തിൻ്റെ മാലാഖയാണ്, എന്നോടൊപ്പം പ്രാർത്ഥിക്കാനായി ഈ മാലാഖ ഈ 3 കുഞ്ഞുങ്ങളോട് ആവശ്യപ്പെടുകയാണ്. എന്നിട്ട് മാലാഖ എന്താ ചെയ്തതെന്ന് പറഞ്ഞു? നിലത്ത് മുട്ടുകുത്തി നെറ്റി നിലം വരെ മുട്ടുമാറ് കുമ്പിട്ട് ആരാധിക്കുകയാണ്. എന്നിട്ട് ഈ മാലാഖ ഈ 3 കുഞ്ഞുങ്ങൾക്ക് ഒരു പ്രാർത്ഥന പഠിപ്പിക്കുകയാണ്. ഫാത്തിമയിൽ മാലാഖ പറഞ്ഞുകൊടുത്ത മാപ്പപേക്ഷ പ്രാർത്ഥനയാണ്. ഇത് സ്വർഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ധാരാളം ദിവസത്തിൽ പല പ്രാവശ്യം നമ്മളിത് പ്രാർത്ഥിക്കുന്നത് ഒത്തിരി അനുഗ്രഹമാണ്. എന്താണ് പരിശുദ്ധ ത്രിത്വം ഈ മാലാഖയിലൂടെ ആ കുഞ്ഞുങ്ങളെ പഠിപ്പിച്ചത്? ആ കുഞ്ഞുങ്ങളിലൂടെ ലോകത്തിനാണ് ഈ പ്രാർത്ഥന പരിശുദ്ധ അമ്മയിലൂടെ സ്വർഗം തന്നത്. നമ്മൾക്ക് ഒരുമിച്ച് പറയാം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. എൻ്റെ സഹോദരങ്ങളെ, ഇങ്ങനെ നിലത്ത് മുട്ടുകുത്തി ഈ കർത്താവിൻ്റെ ഈ മാലാഖ ഈ പ്രാർത്ഥന 3 പ്രാവശ്യം ചൊല്ലുകയാണ്. മാലാഖ പറഞ്ഞു, എന്നോടൊപ്പം നിങ്ങൾ ഈ പ്രാർത്ഥന ചൊല്ലുക. അതിനുശേഷം ആ മാലാഖ അവരെ വിട്ടു പോവുകയാണ്. വീണ്ടും കുറച്ച് നാളുകൾ കഴിഞ്ഞപ്പോൾ
രണ്ടാം പ്രാവശ്യവും കർത്താവ് തൻ്റെ ദൂതനെ ഈ കുഞ്ഞുങ്ങൾ അരികിലേക്ക് അയക്കുകയാണ്. രണ്ടാം പ്രാവശ്യം അവർക്ക് കിട്ടിയ സന്ദേശം ഇതാണ്: നിങ്ങളുടെ പ്രവർത്തികളും പ്രാർത്ഥനകളും ദൈവത്തിന് സമർപ്പിക്കുക. പാപികളെ മാനസാന്തരത്തിന് വേണ്ടി നിങ്ങൾ ചെയ്യുന്ന ത്യാഗപ്രവർത്തികൾ, പരിഹാര പ്രവർത്തികൾ നിങ്ങൾ ദൈവത്തിനായി സമർപ്പിക്കുക. കൃത്യമായിട്ട് മലാഖ അവർക്ക് പറഞ്ഞു കൊടുക്കുകയാണ്. എൻ്റെ സഹോദരങ്ങളെ, പിന്നീട് നമ്മളവിടെ കാണുന്ന ഒരു പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, മൂന്നാം പ്രാവശ്യവും മലാഖ പ്രത്യക്ഷപ്പെട്ടു. ഈ സമയത്ത് മലാഖയുടെ കയ്യിൽ, എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കണം, കാസയും ഉയർന്നു നിൽക്കുന്ന തിരുവോസ്തിയും. ഇങ്ങനെയാണത് വെളിപ്പെടുത്തുന്നത്. കാസയും അതിൽ ഉയർന്നു നിൽക്കുന്ന ഓസ്തിയും ഉണ്ടായിരുന്നു. കാസയും ഓസ്തിയും അന്തരീക്ഷത്തിൽ നിർത്തിയിട്ട് വീണ്ടും മാലാഖ നിലം പറ്റെ താണ് ആരാധിച്ച് 3 പ്രാവശ്യം ഇപ്രകാരം പ്രാർത്ഥിക്കുകയാണ്. ആ പ്രാർത്ഥന എന്തായിരുന്നു എന്നറിയോ? പരിശുദ്ധ കുർബാനയ്ക്കെതിരെ നടന്ന നിന്ദനങ്ങളാണ്. നിങ്ങൾ ഇതൊക്കെ നമ്മൾ ബൈഹാർട്ട് പഠിക്കണം. എൻ്റെ സഹോദരങ്ങളെ, പരിശുദ്ധാത്മാവിൽ നിറഞ്ഞ് ഈ കാലഘട്ടത്തിന് വേണ്ടി നമ്മളിത് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥന എന്തായിരുന്നു? നമ്മൾ ഒരുമിച്ച് സ്ക്രീനിലോട്ട് നോക്കി വായിക്കുകയാണ്. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ത്രിത്വമേ, ഞാൻ അങ്ങേ ഹൃദയപൂർവം ആരാധിക്കുന്നു. അങ്ങേക്കെതിരായി ചെയ്ത നിന്ന, എതിർപ്പ്, സ്നേഹമില്ലായ്മ തുടങ്ങിയവ വഴിയായി ചെയ്യപ്പെടുന്ന എല്ലാ പാപങ്ങൾക്കും പരിഹാരമായി ലോകത്തിലെ സകല സക്രാരികളിലും വസിക്കുന്ന യേശുവിന്റെ അമൂല്യമായ ശരീരവും രക്തവും ആത്മാവും ദൈവത്വവും ഞാൻ അങ്ങേക്ക് കാഴ്ചവെക്കുന്നു. യേശുവിന്റെ തിരുഹൃദയത്തിന്റെയും മറിയത്തിന്റെ വിമല ഹൃദയത്തിന്റെയും അസംഖ്യമായ യോഗ്യതകൾ ഞാൻ യാചിക്കുന്നു. എന്റെ സഹോദരങ്ങളെ, അതിശക്തമായൊരു പ്രാർത്ഥനയാണ്. ശരീരങ്ങൾ ഉൾക്കൊണ്ടതിന് ശേഷം ഈ ഒരു പ്രാർത്ഥന ആത്മാവിൽ നിറഞ്ഞ് ഭയഭക്തി ആദരവോടെ ഈ പ്രാർത്ഥന നമ്മൾ ചൊല്ലുന്നത് വലിയ അനുഗ്രഹമാണ് ലോകത്തിനും സഭയ്ക്കും. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. അതിനുശേഷം മലാഖ എന്ത് ചെയ്തെന്നറിയോ? ആ തിരുവോസ്തി ലൂസിക്ക് കൊടുക്കുകയാണ്. കാസയിൽ നിന്ന് കർത്താവിൻ്റെ പരിശുദ്ധ രക്തം ഫ്രാൻസിസ്കോയ്ക്കും ജസീന്തയ്ക്കും പകർന്നു കൊടുക്കുകയാണ്. ഇങ്ങനെയാണ് മാലാഖയിലൂടെ സ്വർഗം പരിശുദ്ധ അമ്മയുടെ പ്രതിഷ്ഠീകരണത്തിനായി ഈ 3 കുഞ്ഞുങ്ങളെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. അവർക്കുള്ള പ്രാർത്ഥിക്കാൻ തുടങ്ങി, പലപ്പോഴും ജപമാല ചൊല്ലാൻ തുടങ്ങി. അങ്ങനെ 1917 മെയ് മാസം 13-ാം തീയതി അവർ പതിവ് പോലെ ആടിനെ, ഇടയ കുഞ്ഞുങ്ങളാണ്, ആടിനെ മേയ്ക്കാനായിട്ട് പോവുകയാണ്. നമുക്കറിയാം, പോർച്ചുഗൽ എന്ന ആ രാജ്യത്ത് ഫാത്തിമയിലെ ആ സ്ഥലം, കോവ്ഡൈറിയ എന്ന് പറയുന്ന ആ കൊച്ചു ഗ്രാമം ഒരു മലഞ്ചെരുവാണ്. ആ മലഞ്ചെരുവിൽ, ആ കുന്നിൻ ചെരുവിലാണ് ഇവർ ആടുകളെ മേയ്ക്കാൻ പോകുന്നത്. പെട്ടെന്ന് വലിയ ഇടിയും മിന്നലും. ലൂസി പറഞ്ഞു, വലിയ മഴ വരാൻ പോവാണ്, നമുക്ക് വേഗം വീട്ടിലേക്ക് പോകാമെന്ന് പറഞ്ഞ് ഇവർ ആ കുന്നിൻ ചെരുവുകൾ ഇറങ്ങി വരുന്ന സമയത്ത് ഒരു വലിയ ഓക്കുമരത്തിന് അവിടെ എത്തുകയാണ്. അവിടെ എത്തുമ്പോൾ വീണ്ടും ശക്തമായ ഒരു മിന്നലുണ്ടാവുകയാണ്. പെട്ടെന്ന് അവർ കാണുകയാണ്, ആ ഓക്കുമരത്തിൽ വളരെ വളരെ പ്രകാശം കൊണ്ട് നിറയാണ്, തേജസ്സുള്ള, നല്ല സുന്ദരിയായ, മഹത്വപൂർണയായ ഒരു സ്ത്രീയെ. ഭയപ്പെടേണ്ട മക്കളെ, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല. അമ്മയുടെ വാക്കുകളാ. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. സഹോദരങ്ങളെ, അമ്മയ്ക്ക് നമ്മളെ സ്നേഹിക്കാൻ മാത്രമേ അറിയൂ. അമ്മയുടെ മാതൃവാത്സല്യത്താൽ അമ്മ നമ്മളെ ചേർത്ത് പിടിക്കുകയാണ്. അമ്മശിപ്പിക്കാൻ പിശാചിന് സാധിക്കുകയില്ല. ഈ ലോകത്തിലെ ഒരു ശക്തിക്കും സാധിക്കില്ല. വിശ്വസിക്കുന്നവർ ഉച്ചത്തിലൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. അമ്മ എന്താ പറഞ്ഞെന്നറിഞ്ഞോ? മക്കളെ, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ നിങ്ങളെ ഉപദ്രവിക്കുകയില്ല.
ഉടനെ കുഞ്ഞുങ്ങൾ ചോദിച്ചു, എവിടുന്നാണ് അങ്ങ് വരുന്നത്? ഉടനെ അമ്മ പറഞ്ഞു, ഇത് പരിശുദ്ധ അമ്മയാണെന്ന്. അപ്പോൾ കുഞ്ഞുങ്ങൾക്കറിയില്ല. അമ്മ പറഞ്ഞു, മക്കളെ, ഞാൻ സ്വർഗത്തിൽ നിന്നാണ് വരുന്നത്, ഞാൻ വരുന്നത് സ്വർഗത്തിൽ നിന്നാണ്. അപ്പോൾ ഈ കുഞ്ഞുങ്ങൾ ചോദിച്ചു, ചോദ്യങ്ങൾ കൂടുതൽ ചോദിക്കുക ലൂസിയാണ്. ലൂസി ചോദിച്ചു, ഞങ്ങൾ എന്താണ് ചെയ്യേണ്ടത്? ഉടനെ പരിശുദ്ധ അമ്മ അവരോട് പറയുകയാണ്, തുടർന്നുള്ള 6 മാസം ഇതേ ദിവസം, ആ ദിവസം 13-ാം തീയതിയാണ്, ഇതേ ദിവസം എനിക്ക് എന്താണ് ആവശ്യമെന്നും ഞാൻ നിങ്ങളെ അറിയിക്കാം. ഇത് അമ്മ മാതാവ് അവരോട് പറയുകയാണ്. എന്നിട്ട് മെയ് 13-ാം തീയതി നിങ്ങൾ ശ്രദ്ധിക്കണമേ, പരിശുദ്ധ അമ്മ മാതാവ് സ്വർഗം വിട്ടിറങ്ങി ഫാത്തിമയുടെ കുന്നിൻ ചെരുവിൽ പ്രത്യക്ഷപ്പെട്ട തൻ്റെ ആദ്യ പ്രത്യക്ഷീകരണത്തിൽ ഈ 3 ഇടയ കുഞ്ഞുങ്ങളോട് അമ്മ മാതാവ് അറിയിച്ച സ്വർഗീയ സന്ദേശം എന്താണ്? ഒന്നാമത് അമ്മ പറഞ്ഞത്, നിങ്ങൾ ശ്രദ്ധിക്കണം, ഒന്നാമത് അമ്മ പറഞ്ഞത് ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. നിങ്ങൾ വളരെ ശ്രദ്ധിക്കണം, ലോക സമാധാനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുക. ആ നാളിൽ പോർച്ചുഗലിൽ കമ്മ്യൂണിസം ഭരണമാണ്, ദൈവനിഷേധം നിറഞ്ഞ, ദൈവമില്ലെന്ന് വിശ്വസിക്കുന്ന പഠിപ്പിക്കുന്ന ഗവൺമെൻറ് ആയിരുന്നു അവിടെ. വേദനിക്കപ്പെട്ടു. ദൈവജനം ഒരുപാട് പീഡനങ്ങളുടെ സഭാചരിത്രം എവിടെ എടുത്ത് നോക്കുമ്പോഴും തൻ്റെ മക്കൾ എവിടെയെല്ലാം സങ്കടപ്പെടുന്നുവോ, എവിടെയെല്ലാം തൻ്റെ മക്കൾ അസ്വസ്ഥരാകുന്നുവോ, ഭയചകിതരാകുന്നുവോ, പീഡനമേൽക്കുന്നുവോ, അവിടെ അമ്മ ഇറങ്ങി വന്ന് മക്കളായ നമ്മളെ ബലപ്പെടുത്തുന്ന, ശക്തിപ്പെടുത്തുന്ന എത്രയോ സംഭവങ്ങൾ സഭാചരിത്രത്തിൽ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ ഇടപെടലുകളിലൂടെ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഹല്ലേലൂയ. എല്ലാവരും ഇരു കരങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തി 3 പ്രാവശ്യം ഉച്ചത്തിൽ പറഞ്ഞ് ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. ആവേ മരിയ. നമ്മുടെ കർത്താവ് നമുക്ക് തന്ന വലിയൊരു സമ്മാനമാണ് നമ്മുടെ അമ്മ. നമ്മളെത്രയോ അനുഗ്രഹീതരാണ്. നമുക്ക് അമ്മയുള്ളതിനാൽ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട, ഒരു പ്രതികൂലത്തെയും ഒരു പ്രതിസന്ധിയെയും നമ്മൾ ഭയപ്പെടേണ്ട, നമ്മൾ അസ്വസ്ഥരാകേണ്ട. അമ്മ നമ്മോടൊപ്പമുണ്ട്. എൻ്റെ സഹോദരങ്ങൾ, രണ്ടാമത് അമ്മ പറഞ്ഞു, യുദ്ധം അവസാനിക്കാൻ നിങ്ങൾ പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കണം, ധാരാളം ജപമാല ചൊല്ലണം. ലോക സമാധാനത്തിന് വേണ്ടി, യുദ്ധം അവസാനിക്കാൻ വേണ്ടി. അന്ന് ഫസ്റ്റ് വേൾഡ് വാർ നടന്നുകൊണ്ടിരിക്കുന്ന സമയം, ഒരുപാട് കഷ്ടപ്പാടുവാൻ നിങ്ങൾ ധാരാളം പരിശുദ്ധ ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ജപമാല പ്രാർത്ഥനയുടെ അത്ഭുത ശക്തി നമുക്കറിയാം. എൻ്റെ സഹോദരങ്ങളെ, ഞാനിപ്പോൾ അതിലോട്ട് കടക്കുന്നില്ല. അത്രമാത്രം സ്വർഗീയ അനുഗ്രഹങ്ങളും നന്മകളും ജപമാല പ്രാർത്ഥനയിലൂടെ സ്വർഗം നമ്മുടെ ജീവിതങ്ങളിലേക്ക്, കുടുംബങ്ങളിലേക്ക്, നമ്മുടെ സമൂഹത്തിലേക്ക്, സഭയിലേക്ക്, ലോകം മുഴുവനിലേക്ക് വർഷിക്കുന്നുണ്ട്. അണുബോംബിനേക്കാളും ശക്തമാണ് പരിശുദ്ധ ജപമാല എന്ന് പരിശുദ്ധ അമ്മ താൻ പ്രത്യക്ഷപ്പെട്ട പല ഇടങ്ങളിലും ശക്തമായി അമ്മ സംസാരിച്ചിട്ടുണ്ട്. ഹല്ലേലൂയ, ഹല്ലേലൂയ. അണുബോംബിനേക്കാളും ആറ്റം ബോംബിനേക്കാളും പവർഫുള്ളാണ് പരിശുദ്ധ ജപമാല. പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിലൂടെ സഭയ്ക്ക് ലഭിച്ച അത്ഭുതകരമായ വിജയങ്ങൾ, നേട്ടങ്ങൾ, അനുഗ്രഹങ്ങൾ എത്രയധികമായി തിരുസഭ ചരിത്രത്തിൽ നമ്മൾ കാണുന്നുണ്ട്. അതിന് വലിയൊരു തെളിവാണ് 1571 നടന്ന ലെപ്പാൻ്റെ യുദ്ധം. നമുക്കറിയാം യുദ്ധത്തിൻ്റെ ചരിത്രമൊക്കെ. അത്ഭുതകരമായി പരിശുദ്ധ ജപമാല പ്രാർത്ഥനയിലൂടെ പരിശുദ്ധ അമ്മ മാതാവിൻ്റെ പ്രത്യേകമായി മധ്യസ്ഥതയാലും ഇടപെടലുകളാലും അത്ഭുതകരമായി കർത്താവിൻ്റെ ജനത്തിന്, സഭയ്ക്ക് വിജയം ലഭിക്കുകയാണ്. ഇല്ലെങ്കിൽ ഓട്ടോമൻ തുർക്കികൾ യൂറോപ്പ് കീഴടക്കി, വത്തിക്കാൻ കീഴടക്കി ജനത്തെ നശിപ്പിക്കുമായിരുന്നു. വലിയൊരു തകർച്ച യൂറോപ്പിലെ സഭയ്ക്ക് സംഭവിക്കുമായിരുന്നു. എന്നാൽ പരിശുദ്ധ അമ്മ ഇടപെട്ട് അത്ഭുതകരമായ വിജയം ജപമാല പ്രാർത്ഥിക്കുവാൻ അമ്മ ആവശ്യപ്പെട്ടു. തുടർന്ന് അമ്മ എന്താ പറഞ്ഞെന്നറിഞ്ഞു? നമ്മൾ അതൊന്ന് ഡിസ്പ്ലേ ചെയ്യുകയാണ്, നിങ്ങൾ കാണണം. ദൈവത്തിനായി
നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും. ആ 3 ഇടയ കുഞ്ഞുങ്ങളോട് പരിശുദ്ധ അമ്മ ചോദിച്ചു, എൻ്റെ കുഞ്ഞുങ്ങളെ, ലൂസിയോടും ജസീന്തയോടും ഫ്രാൻസിസ്കോയോടും അമ്മ മാതാവ് ചോദിക്കുകയാണ്, ദൈവത്തിനായി നിങ്ങളെ തന്നെ സമർപ്പിക്കുവാനും അവിടത്തേക്കെതിരായി സ്വീകരിക്കുവാനും മക്കളെ നിങ്ങൾക്ക് സമ്മതമാണോ? എത്ര മനോഹരമായ ചോദ്യ. അന്ന് ആ 3 ഇടയ കുഞ്ഞുങ്ങളോട് പരിശുദ്ധ അമ്മ മാതാവ് ചോദിച്ച അതേ ചോദ്യം ഇന്ന് എന്നോടും നിങ്ങളോടും അമ്മ ആവർത്തിക്കുകയാണ്. ഇത് സ്വർഗത്തിൻ്റെ ശബ്ദമാണ്. ഇത് പരിശുദ്ധ റൂഹായുടെ ആലോചനയാണ്. ഇത് ത്രിയേക ദൈവത്തിൻ്റെ തിരിഹിതമാണ്. ഇത് അമ്മയുടെ ആഗ്രഹമാണ്. എന്താ ചോദിക്കുന്നത്? ഒരിക്കൽ കൂടെ നമുക്ക് ഉച്ചത്തിൽ വായിക്കാം. ദൈവത്തിനായില്ല, നമ്മളൊരു സമർപ്പണത്തിലേക്ക് വരേണ്ട സമയമാണ്. നമ്മളെ തന്നെ ദൈവത്തിനായി പൂർണ്ണമായി സമർപ്പിക്കുക. കർത്താവിനെതിരായി ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ, നമുക്കറിയാം, ദൈവനിഷേധവും ഇങ്ങനെ ചെയ്യപ്പെടുന്ന എണ്ണമറ്റ പാപങ്ങളുടെ പരിഹാരത്തിനായും 2 പാപികളുടെ മാനസാന്തരത്തിനായും 3 കണ്ട് അതിൻ്റെ ചോട്ടിൽ എഴുതിയിട്ടുണ്ട്. 1917 മെയ് 13 ആദ്യ പ്രത്യക്ഷീകരണത്തിലാണ് അമ്മ ഇത് ചോദിച്ചത്. 106 വർഷങ്ങൾക്ക് മുൻപ് ഇതേ ദിനത്തിൽ പരിശുദ്ധ അമ്മ മാതാവിലൂടെ സ്വർഗം ചോദിച്ച ചോദ്യം ഇന്ന് 2023 ഈ മെയ് 13 നമ്മെ നോക്കിക്കൊണ്ട് ഞങ്ങൾ നൽകിയ മറുപടി എന്താണ്? ഈ ചോദ്യത്തിന് 3 പേർക്കും വേണ്ടി ലൂസി അതെ ഞങ്ങൾ തയ്യാറാണ്, വി ആർ റെഡി, ഞങ്ങൾ അതിന് ഒരുക്കമുള്ളവരാണ് എന്ന് ഉത്തരം നൽകി. ഈ ഉത്തരം നൽകിയപ്പോൾ പരിശുദ്ധ അമ്മ മാതാവ് വീണ്ടും ആ കുഞ്ഞുങ്ങളോട് പറയുകയാണ്, എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരും. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, ദൈവഹിതം അനുസരിക്കുമ്പോൾ, ദൈവിക പദ്ധതി അനുസരിച്ച് ജീവിക്കുമ്പോൾ, കർത്താവിൻ്റെ മനസ്സറിഞ്ഞ് പ്രവർത്തിക്കുമ്പോൾ, സ്വർഗത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മൾ നിറവേറ്റുമ്പോൾ ഒരുപാട് സഹനങ്ങൾ നമുക്കുണ്ടാകും. അതാണ് ഹെബ്രായ പുസ്തകം 10 പറയുന്നത്. എന്താണ്? ദൈവത്തിൻ്റെ ഇഷ്ടം നിറവേറ്റി. ഹെബ്രായ പുസ്തകം 10 അധ്യായത്തിൽ ദൈവത്തിൻ്റെ വചനം നമുക്കൊന്ന് വായിക്കാം. അവിടെ പരിശുദ്ധ വചനം പറയുകയാണ് 36 വചനത്തിൽ. ഹെബ്രായ പുസ്തകം 10:36 എന്താ വചനം പറയുന്നത്? ദൈവത്തിന്റെ ഇഷ്ടം നിറവേറ്റി അവിടുത്തെ വാഗ്ദാനം പ്രാപിക്കുവാൻ നിങ്ങൾക്ക് സഹനശക്തി ആവശ്യമായിരിക്കും. നിങ്ങൾക്ക് സഹനശക്തി. എല്ലാവരും ഒന്നിച്ചു പറഞ്ഞേ, സഹനശക്തി. ഒരൽപ്പം ഉച്ചത്തിൽ പറഞ്ഞേ, അമ്മയോടൊപ്പം സഹനശക്തി ആവശ്യമായിരിക്കുന്നു. അപ്പൊ ദൈവത്തിന്റെ പദ്ധതികൾ നിറവേറ്റുമ്പോൾ നമുക്ക് ഒത്തിരി സഹിക്കേണ്ടി വരും. പരിശുദ്ധ അമ്മയുടെ സ്വപ്നങ്ങളും പദ്ധതികളും നമ്മൾ അനുസരിക്കുമ്പോൾ എൻ്റെ സഹോദരി സഹോദരങ്ങളെ, നമുക്ക് ഒരുപാട് അസ്വസ്ഥരാകേണ്ട, ഭയപ്പെടേണ്ട, നിരാശ വേണ്ട. അതിനാവശ്യമായ കൃപ കർത്താവ് പ്രദാനം ചെയ്യും. വിശ്വസിക്കുന്നവർ ഹല്ലേലൂയ പറഞ്ഞേ, ഹല്ലേലൂയ. എങ്കിൽ നിങ്ങൾക്ക് വളരെയധികം സഹിക്കേണ്ടി വരും. എന്നാൽ ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കാനായി എപ്പോഴും കൂടെയുണ്ടായിരിക്കും. പിന്നെ എന്തിനാ നമ്മൾ അസ്വസ്ഥരാകുന്നത്? ദൈവഹിതം അനുസരിക്കുമ്പോൾ നമ്മൾ അനുഭവിക്കുന്ന സഹനങ്ങളെ ഓർത്ത് നമ്മൾ എന്തിനാ അസ്വസ്ഥരാകുന്നത്? ഈ ഫാത്തിമ ദിനത്തിൽ അമ്മ മാതാവ് ചോദിക്കുക, എൻ്റെ കുഞ്ഞുങ്ങളെ, നിങ്ങൾ എന്തിനാ ഭയപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ പ്രയാസപ്പെടുന്നത്? നിങ്ങൾ എന്തിനാ നിരാശിതരാകുന്നത്? നിങ്ങൾ അസ്വസ്ഥരാകേണ്ട. ദൈവത്തിൻ്റെ കൃപ എപ്പോഴും ഈ സഹനങ്ങളിൽ നിങ്ങളെ ആശ്വസിപ്പിക്കാനുണ്ടായിരിക്കും. വലതുകരം എഴുത്തിന് 3 പ്രാവശ്യം ഉച്ചത്തിൽ പറഞ്ഞേ, ആവേ മരിയ, അമ്മേ അമ്മേ, അമലേ അമലേ മരിയേ, അമലേ അമലേ മരിയേ, അമലേ അമലേ
മരിയേ. ധാരാളം പ്രാർത്ഥിക്കുവാൻ, പരിഹാരം ചെയ്യുവാൻ അമ്മ ആ സമയത്ത് അവരെ വിട്ട് സ്വർഗത്തിലേക്ക് പോവാണ്. അമ്മ പറഞ്ഞു, അടുത്ത 6 മാസങ്ങളിൽ ഇതേ ദിവസത്തിൽ നിങ്ങളിവിടെ വരണം. നമ്മൾ തുടർന്ന് നമുക്ക് ഒക്ടോബർ 13 വരെ, എല്ലാ മാസവും ഇനി വരുന്ന ഒക്ടോബർ 13 വരെ അടുത്ത 5 മാസങ്ങളിൽ നമ്മൾ ഈ ഫാത്തിമ സന്ദേശങ്ങളാണ് ഈ അന്ത്യകാല പ്രവാചക എന്ന ശുശ്രൂഷയിൽ ധ്യാനിക്കുകയും പഠിക്കുകയും ചെയ്യുന്നത്. ഈ സന്ദേശങ്ങൾ ശുദ്ധവചനം അറിയിക്കുന്നു. നമ്മൾ പലപ്പോഴും വായിച്ചിട്ടുള്ള വചനമാണ്, എങ്കിലും ആ വചനത്തിലൂടെ എന്താണ് പരിശുദ്ധാത്മാവ് നമ്മോട് സംസാരിക്കുന്നത്? വീണ്ടും അവൻ എന്നോട് പറഞ്ഞു, ഈ ഗ്രന്ഥത്തിലെ പ്രവചനങ്ങൾ നീ മുദ്രിതമായി സൂക്ഷിക്കേണ്ട, കാരണം സമയം അടുത്തിരിക്കുന്നു. എന്തിനുള്ള സമയം? എൻ്റെ സഹോദരങ്ങളെ, 1917 ഒക്ടോബർ 13 ഫാത്തിമയിൽ നമ്മുടെ അമ്മ മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൽ അവസാന പ്രത്യക്ഷീകരണം അടയാളം സൂര്യനിലാണ് അമ്മ ചെയ്തത്. സൂര്യൻ ഉടയാടയാക്കിയ സ്ത്രീ അത് ഞാൻ തന്നെയാണെന്ന് ലോകത്തിൻ്റെ മുൻപിൽ ഉറപ്പിക്കുവാൻ, സ്ഥിരീകരിക്കുവാൻ സൂര്യനിൽ പ്രകടമായ അത്ഭുതം അമ്മ പ്രവർത്തിക്കുകയാണ്. നാളുകൾക്ക് ശേഷം പരിശുദ്ധ അമ്മ പറഞ്ഞു, ഞാൻ സൂര്യനിൽ അത്ഭുതം, ആ അടയാളം പ്രവർത്തിച്ചതിൻ്റെ കാരണം അമ്മ ഒരു അത്ഭുത പ്രവർത്തകയാണെന്ന് മനസ്സിലാക്കി നമ്മൾ അമ്മയെ മഹത്വപ്പെടുത്താൻ വേണ്ടി മാത്രമല്ല, ആ അടയാളത്തിൻ്റെ ആന്തരികമായ അർത്ഥം ആത്മീയമുണ്ടായി. കർത്താവായി അനുഭവിക്കുന്ന പ്രതിഭാസങ്ങളിലേക്ക്, പ്രപഞ്ച വ്യതിയാനങ്ങളിലേക്ക് മക്കളെ നിങ്ങൾ പ്രവേശിച്ചു കഴിഞ്ഞുവെന്ന് നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൻ്റെ അവസാന പ്രത്യക്ഷീകരണത്തിൽ സൂര്യനിൽ എല്ലാവരും കാണുകെ ഞാൻ പ്രകടമായ അത്ഭുതം പ്രവർത്തിച്ചത്. ഹല്ലേലൂയ. കർത്താവായ യേശുവിൻ്റെ മഹത്വപൂർണമായ പ്രത്യാഗമനത്തിന് മുൻപായി ലോകത്തിൽ സംഭവിക്കാനിരിക്കുന്ന ആ പ്രതിഭാസങ്ങളുടെ രക്ഷിക്കാൻ പോവുകയാണെന്ന് അമ്മ നിങ്ങളെ ഓർമ്മിപ്പിക്കുവാനാണ് സൂര്യനിൽ ഈ അടയാളം ഞാൻ കാണിച്ചത്. എൻ്റെ സഹോദരങ്ങളെ, ഇത് വലിയ ആത്മീയമായ ഒരുക്കത്തിൻ്റെ നാളുകളാണ്. നമ്മൾ ഒത്തിരിയേറെ ഒരുങ്ങേണ്ട സമയം, നമ്മുടെ ആത്മരക്ഷ ഉറപ്പുവരുത്തി ജീവിക്കേണ്ട സമയം. നശിക്കുന്ന അസംഖ്യം ആത്മാക്കളുടെ എണ്ണമറ്റ പാപങ്ങളെ പ്രതി നമ്മുടെ കർത്താവേൽക്കുന്ന നിന്ന അപമാനങ്ങൾക്ക് വേണ്ടി പരിഹാരം ചെയ്ത് പരിത്യാഗങ്ങൾ ഏറ്റെടുത്ത് നിലവിളിയോടെ പ്രാർത്ഥിക്കേണ്ട സമയം. ഫാത്തിമ പ്രത്യക്ഷീകരണത്തിൽ അമ്മ തരുന്ന സന്ദേശം അതാണ്. പിന്നെ ജൂൺ മാസം 13 വീണ്ടും അമ്മ പ്രത്യക്ഷയായി. നമ്മളത് അടുത്ത മാസങ്ങളിൽ 13 കാണും അന്ത്യകാല പ്രവാചകയിലൂടെ. എങ്കിലും ഈ ഫാത്തിമ ദിനത്തിൽ വളരെ ഷോർട്ടായി അമ്മ പറഞ്ഞ ആ സന്ദേശം നമ്മളൊന്ന് കാണുകയാണ്. ജൂൺ 13 എന്താണ് അമ്മ പറഞ്ഞത്? പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ആരുമില്ലാത്തതിനാൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. ലോകം മുഴുവനും എൻ്റെ വിമല ഹൃദയത്ത് 1917 ജൂൺ 13 നമ്മൾ ഈ സന്ദേശങ്ങൾ അടുത്ത മാസം ഇതേ ദിനത്തിൽ നമ്മൾ പഠിക്കും. വീണ്ടും ജൂലൈ 13 മൂന്നാം പ്രത്യക്ഷീകരണത്തിൽ അടുത്ത മാസം 13 നിങ്ങൾ ഇവിടെ വരണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദിവസവും പരിശുദ്ധ ജപമാല ചൊല്ലി കൊന്ത ചൊല്ലുന്നത് തുടരുക. പാപികൾക്ക് വേണ്ടി ആണ് സ്വർഗം പറയുന്നത്. നിങ്ങൾ നിങ്ങളെ തന്നെ പാപികൾക്ക് വേണ്ടി പരിഹാര ബലിയായി സമർപ്പിക്കുക. ത്യാഗപ്രവർത്തികൾ ചെയ്യുമ്പോഴൊക്കെയും ഇങ്ങനെ പ്രാർത്ഥിക്കണം. എങ്ങനെ പ്രാർത്ഥിക്കണം? ഓ എൻ്റെ ഈശോയേ, അങ്ങയോടുള്ള സ്നേഹത്തെ പ്രതി പാപികളുടെ മാനസാന്തരത്തിനും മറിയത്തിന് വിമല ഹൃദയത്തിനെതിരായി ചെയ്ത സകല പാപങ്ങളുടെയും പരിഹാരത്തിനുമായി ഞാനിത് സമർപ്പിക്കുന്നു. എത്ര ശക്തമായ രീതിയിലാണ് പരിശുദ്ധ അമ്മ മാതാവിലൂടെ
സ്വർഗം നമ്മുടെ ജീവിതങ്ങളിൽ ഇടപെടുന്നത്. വീണ്ടും ഓഗസ്റ്റ് 13-ാം തീയതി, അന്ന് 13-ാം തീയതി അല്ല അമ്മ വന്നത്. കുഞ്ഞുങ്ങളെ പോർച്ചുഗൽ ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിൽ അടച്ചു. 2 ദിവസം കുഞ്ഞുങ്ങൾ ജയിലിൽ കിടന്നു. അമ്മ പറഞ്ഞില്ലേ, ദൈവത്തിൻ്റെ ഹിതം നിങ്ങൾ അനുസരിക്കുമ്പോൾ ഒത്തിരിയേറെ മക്കളെ നിങ്ങൾക്ക് സഹിക്കേണ്ടി വരും. എന്നാൽ ഈ സഹനങ്ങളിലെല്ലാം ദൈവകൃപ നിങ്ങളെ ആശ്വസിപ്പിക്കുവാൻ നിങ്ങളുടെ കൂടെയുണ്ട്. 1917 ഓഗസ്റ്റ് 19-ാം തീയതിയാണ് അമ്മ വളരെ അധികമായി പ്രാർത്ഥിക്കുക. അമ്മ പറഞ്ഞു, പ്രാർത്ഥിക്കുക മക്കളെ, വളരെ അധികമായി പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കാനും പരിഹാരം ചെയ്യാനും ഇല്ലാത്തതിൻ്റെ പേരിൽ അനേകം ആത്മാക്കൾ നരകത്തിൽ അകപ്പെട്ടു പോകുന്നു. വീണ്ടും 5-ാം പ്രത്യക്ഷീകരണം 1917 സെപ്റ്റംബർ 13-ാം തീയതി. ആ പ്രത്യക്ഷീകരണത്തിൽ അമ്മ പറഞ്ഞ പ്രധാന മെസ്സേജ് എന്തായിരുന്നു? യുദ്ധം അവസാനിക്കുന്നതിനായി ജനങ്ങൾ എല്ലാ ദിവസവും ജപമാല ചൊല്ലട്ടെ. തീർച്ചയായും എല്ലാവരും വിശ്വസിക്കുന്നതിനായി ഒക്ടോബറിൽ ഞാൻ ഒരു അത്ഭുതം പ്രവർത്തിക്കും. അമ്മ പറഞ്ഞ പ്രവചനമായിരുന്നു, അത്ഭുതമാണ്. എല്ലാവരും കാണുകെ സൂര്യനിൽ പ്രകടമായി അമ്മ ചെയ്ത അടയാളം, അത്ഭുതം. നമ്മളതൊക്കെ പിന്നീട് ധ്യാനിക്കും, നമുക്ക് അനേകർക്കറിയാം. എങ്കിലും നമ്മൾ ഇത് റീഫ്രഷ് ചെയ്യുമ്പോൾ, കേട്ടത് വീണ്ടും നമ്മളത് ഓർത്ത് നമ്മളെ തന്നെ വിശുദ്ധീകരിക്കുമ്പോൾ, നമ്മെ തന്നെ ഒരുക്കുമ്പോൾ കൂടുതൽ കൃപകൾ നമ്മളിലേക്ക് ഒഴുകപ്പെടുകയാണ്. അവസാന പ്രത്യക്ഷീകരണത്തിൽ ഒക്ടോബർ 13-ാം തീയതി എന്താണ് അമ്മ മാതാവ് അവരെ അറിയിച്ചത്? ഞാൻ ജപമാല രാജ്ഞിയാണ്. എൻ്റെ പുകഴ്ചയ്ക്കായി ഇവിടെ ഒരു ചാപ്പൽ പണിയുവാൻ അവരോട് പറയുക. അവർ ജപമാല ചൊല്ലുന്നത് എല്ലാ ദിവസവും തുടരണം. കൊണ്ട് എല്ലാ പ്രത്യക്ഷീകരണത്തിലും അമ്മ പറയുന്ന ഒരു പ്രധാന സന്ദേശം എന്താണ്? പരിശുദ്ധ ജപമാല ധാരാളം ചൊല്ലുക. എല്ലാ ദിവസവും ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ഉടനെ തന്നെ യുദ്ധം അവസാനിക്കുകയും പട്ടാളക്കാർ തങ്ങളുടെ ഭവനങ്ങളിലേക്ക് മടങ്ങുകയും ചെയ്യും. അമ്മയിലൂടെ നൽകപ്പെട്ട സ്വർഗീയ പ്രവചനങ്ങൾ ഇരുകരങ്ങൾ ഉയർത്തിപ്പിടിച്ച് സാധിക്കുന്ന ജപമാല കൈകളിലെടുത്ത് ഉയർത്തിപ്പിടിച്ച് ഫാത്തിമ പ്രത്യക്ഷീകരണത്തിലൂടെ സ്വർഗം എന്താണ് ആഗ്രഹിച്ചത്, ആ കൃപകളും അഭിഷേകവും എല്ലാം നമ്മളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ ഭവനങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ, നമ്മുടെ മക്കളിലേക്ക്, നമ്മുടെ തലമുറകളിലേക്ക്, നമ്മുടെ സമൂഹങ്ങളിലേക്ക്, നമ്മുടെ സഭയിലേക്ക്, ലോകം മുഴുവനിലേക്കും എല്ലാ ജനപദങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ ആഗ്രഹിച്ചുകൊണ്ട് കരങ്ങൾ ഉയർത്തി നമ്മൾ ഒന്നിച്ച് അമ്മയെ പ്രകീർത്തിക്കുകയാണ്. ആവേ 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 മരിയ, ആവേ 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 മരിയ. എല്ലാവരും ഒന്ന് ചേർന്ന് ആവേ 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 മരിയ, ആവേ മരിയ, ആവേ ആവേ മരിയ, ആവേ മരിയ, ആവേ മരിയ. കരങ്ങളടിച്ച് അമ്മയോർത്ത് നന്ദി പറഞ്ഞ് കർത്താവിന് മഹത്വം കൊടുത്തേ. ഹല്ലേലൂയ, സ്തുതിക്കുന്നു, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു കർത്താവേ, സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഈശോയെ നന്ദി. എൻ്റെ സഹോദരങ്ങളെ, അവസാനമായി ഫാത്തിമ സന്ദേശങ്ങളുടെ അസംക്ഷിപ്ത രൂപം നമ്മളൊന്ന് കാണുകയാണ്. 9 കാര്യങ്ങളിലായി നമുക്ക് ഇതിനെ ചുരുക്കമായിട്ട് കാണാം. 9 കാര്യങ്ങളായി നമുക്കത്. ഒന്നാമത് അമ്മ എന്താണ്? ആ സന്ദേശങ്ങൾ, ഒത്തിരിയേറെ സന്ദേശങ്ങൾ അവിടെ വെളിപ്പെട്ടു. അതിന് ഒന്നാമത്തെ അതിലൊരർത്ഥം ഇതാണ്: അനുദിന കാഴ്ചകളാണ്. ഓരോ ദിവസവും ദൈവം ആവശ്യപ്പെടുന്ന സഹനങ്ങൾ, നമ്മുടെ വേദനകൾ, നമ്മുടെ അനുദിന ജീവിതത്തിൽ ഈ സഹനങ്ങളും വേദനകളൊക്കെ, കൊച്ചു കൊച്ചു ത്യാഗപ്രവർത്തികളെല്ലാം പാപികളുടെ മാനസാന്തരത്തിനും പാപങ്ങളുടെ പരിഹാരത്തിനുമായി കാഴ്ചവെക്കാൻ അമ്മ ആവശ്യപ്പെട്ടു.
അനുദിന കാഴ്ചകൾ. ഫാത്തിമ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിൽ ഒന്നാമത് നമ്മൾ കാണാൻ കഴിയുന്നത് അനുദിന കാഴ്ചകളാണ്. പാപികളെ മാനസാന്തരത്തിനായും ലോകത്തിൻ്റെ എണ്ണമറ്റ പാപങ്ങൾക്ക് പരിഹാരമായി നമ്മൾ ചെയ്യുന്ന ആ കാഴ്ചകൾ, കൊച്ചു കൊച്ചു ത്യാഗങ്ങൾ, അനുദിന ജീവിതത്തിലെ സഹനങ്ങൾ, വേദനകൾ എല്ലാം നമ്മൾ കാഴ്ചവെക്കണം. രണ്ടാമത്തെ ആ സന്ദേശത്തിൻ്റെ അർത്ഥം ഇതാണ്. രണ്ടാമത്തെ അർത്ഥം, പ്രാർത്ഥിക്കുക, നന്നായി പ്രാർത്ഥിക്കുക, പാപികൾക്കായി പരിത്യാഗങ്ങൾ ചെയ്യുക. മറ്റേത് പ്രതിഷ്ഠീകരണത്തെക്കാളും പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം, ഇത് മൂന്നും അമ്മ ശക്തമായി ഇവിടെ പറയുകയാണ്. അമ്മ മാതാവിൻ്റെ ഓരോ പ്രതിഷ്ഠീകരണത്തിൽ ഈ സന്ദേശങ്ങളെല്ലാം വെളിപ്പെടുന്നുണ്ട്. ഫാത്തിമ സന്ദേശങ്ങളിൽ ശക്തമായി അമ്മയിലൂടെ സ്വർഗം നമ്മെ അറിയിച്ച സന്ദേശങ്ങൾ ഇതാണ്: പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം. നമ്മുടെ കഞ്ചിക്കോട്ട് നമുക്കറിയാം, നമ്മുടെ റാണി ചേച്ചിക്ക് അമ്മ പ്രത്യക്ഷപ്പെട്ടപ്പോൾ നമ്മ ഒത്തിരിയേറെ സന്ദേശങ്ങൾ കൊടുത്തു. ആ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിൽ ഈ മൂന്ന് കാര്യങ്ങളാണ്: പ്രാർത്ഥന, പ്രാശ്ചിത്തം, പരിഹാരം എന്നിവയിലൂടെ ലോകത്തെ വീണ്ടെടുക്കും. എന്നിവയിലൂടെ അസംഖ്യ ആത്മാക്കളെ വീണ്ടെടുക്കാൻ കഴിയും. ഇത് തന്നെയാണ് അമ്മ ഫാത്തിമയിൽ പറഞ്ഞത്: പ്രാർത്ഥിക്കുക, ധാരാളം കാർഡ് അതൊന്ന് ഡിസ്പ്ലേ ചെയ്തേ കണ്ടു. പാപികൾക്കായി പരിത്യാഗങ്ങൾ ചെയ്യുക. എന്തെന്നാൽ പ്രാർത്ഥനയും പരിത്യാഗവും ചെയ്യാൻ ആരുമില്ലാത്തത് കൊണ്ട് അനേകം ആത്മാക്കൾ നരകത്തിലേക്ക് പോകുന്നു. മൂന്നാമത്തെ ആ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിൽ മൂന്നാമത്തെ കാര്യം എന്താണ്? ഉപവാസമാണ്. നിങ്ങളുടെയും പാപികളുടെയും അവിശ്വാസികളുടെയും പാപങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക, ഉപവസിക്കുക, പരിത്യാഗ പ്രവർത്തികൾ ചെയ്യുക. ഒന്ന്, പാപികളുടെ മാനസാന്തരം, അവിശ്വാസികളിലൂടെ വരുന്ന എണ്ണമറ്റ ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങൾ, ഒപ്പം നമ്മുടെ പാപങ്ങൾ. ഇതിനെ ഓർത്ത് പ്രാർത്ഥിക്കാനും ഉപവസിക്കാനും പരിത്യാഗ പ്രവൃത്തികൾ ചെയ്യാൻ നാം ആവശ്യപ്പെടുകയാണ്. നാലാമത്തെ സന്ദേശം, ഫാത്തിമ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിൽ നാലാമത്തെ ദിവ്യകാരുണ്യ ഭക്തിയാണ്. പരിശുദ്ധ കുർബാനയിൽ കേന്ദ്രീകൃതമായ ജീവിതമാണ്. അമ്മ മാതാവ് പറഞ്ഞു, ദിവ്യകാരുണ്യ കേന്ദ്രീകൃത ജീവിതവും പരിശുദ്ധ കുർബാനയുടെ ആരാധനയും അനിവാര്യമാണ്. ഈ അന്ത്യകാലഘട്ടത്തിലെ യുഗാന്ത്യ സഭയിലായിരിക്കുന്ന തൻ്റെ പൊന്നോമന മക്കളെ നോക്കി അമ്മ അറിയിച്ചു, പരിശുദ്ധ കുർബാനയുടെ ശക്തിയില്ലാതെ, പരിശുദ്ധ കുർബാനയുടെ അനുഭവമില്ലാത്ത കൃപയോടെ ജീവിക്കുവാൻ നമുക്ക് സാധിക്കുകയില്ല. ദിവ്യകാരുണ്യ ആരാധനയുടെയും പരിശുദ്ധ കുർബാനയിൽ അധിഷ്ഠിതമായ ക്രൈസ്തവ ജീവിതത്തിൻ്റെയും പ്രാധാന്യം അമ്മ അറിയിക്കുകയാണ്. അനുദിന ജപമാലയാണ്. ആ 6 പ്രത്യക്ഷീകരണങ്ങളിലും അമ്മ ഒരുപോലെ പറഞ്ഞ കാര്യമാണ്: ധാരാളം ജപമാല ചൊല്ലി പ്രാർത്ഥിക്കുക. ലോക സമാധാനത്തിന് വേണ്ടി, പാപികളുടെ മാനസാന്തരത്തിന് വേണ്ടി, ലോകത്തിൽ സമാധാനമുണ്ടാകാൻ അനുദിനം ജപമാല ചൊല്ലുക. ഓരോ ദശകത്തിനു ശേഷവും ഓ എൻ്റെ ഈശോ എന്ന പ്രാർത്ഥന ചൊല്ലുക. നമ്മളിത് ചൊല്ലുന്ന ഓ എൻ്റെ ഈശോയെ, ഞങ്ങളുടെ പാപങ്ങൾ ക്ഷമിക്കണമേ, നരകാഗ്നിയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ, എല്ലാ ആത്മാക്കളെയും വിശേഷിയ അങ്ങേ സഹായം കൂടുതൽ ആവശ്യമുള്ള ആത്മാക്കളെ സ്വർഗത്തിലേക്ക് ആനയിക്കണമേ. ഈ പ്രാർത്ഥന മനുഷ്യർ രചിച്ചുണ്ടാക്കിയ പ്രാർത്ഥനയല്ല. പരിശുദ്ധ പ്രാർത്ഥനയ്ക്ക് വലിയ പവറുണ്ട്. നമ്മൾ വിശ്വസിച്ച് ഈ പ്രാർത്ഥന ചൊല്ലുമ്പോൾ ഡെലിവറൻസുകളുണ്ട്. ഈ പ്രാർത്ഥനയാണിത്. അപ്പം ആ പ്രാർത്ഥനയുടെ ആവശ്യകത ഓരോ ജപമാലയുടെ രഹസ്യം കഴിയുമ്പോഴും ഇത് പ്രാർത്ഥിക്കാൻ നാം ആവശ്യപ്പെടുകയാണ്. 6ാമത്തെ ആ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപം എന്താണ്? എൻ്റെ വിമല ഹൃദയത്തോടുള്ള ഭക്തി ലോകത്തിൽ സ്ഥാപിക്കുവാൻ ദൈവം ആഗ്രഹിക്കുന്നു. ഞാൻ നിങ്ങളോട് പറയുന്നത് അനുസരിച്ചാൽ
അനേകം ആത്മാക്കൾ രക്ഷപ്പെടുകയും സമാധാനമുണ്ടാവുകയും ചെയ്യും. എത്ര ശക്തമാണ് വിമലഹൃദയ ഭക്തി! വിമലഹൃദയ ഭക്തി ലോകം മുഴുവൻ സ്ഥാപിക്കുവാൻ ഈശോ ആഗ്രഹിക്കുന്നുവെന്ന് നമ്മ പറയുകയാണ്. ഈ 12:17 പറയുന്നുണ്ട്, അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. കണ്ടോ, അവളുടെ സന്താനങ്ങളിൽ ശേഷിച്ചിരുന്നവരോട് യുദ്ധം ചെയ്യാൻ അത് പുറപ്പെട്ടു. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, അമ്മയുടെ വിശ്വസ്തരായ ആത്മാക്കള്, അമ്മയെ സ്നേഹിക്കുന്ന മരിയൻ സൈന്യം, അവരാണ് അന്ത്യകാല പ്രേക്ഷിതർ. അന്ത്യകാല പ്രേക്ഷിതരെ, അമ്മ തെരഞ്ഞെടുത്തവരെ, അമ്മയാൽ സ്വർഗം മുദ്ര വെച്ചവരെ, അമ്മയുടെ പൊന്നോമന വിശ്വസ്തരായ ആത്മാക്കള്, അവരെ നശിപ്പിക്കുവാൻ, അവരെ തകർക്കുവാൻ, അതാണ് ശേഷിച്ചിരിക്കുന്നവരോട് യുദ്ധം ചെയ്ത് അവരെ നശിപ്പിക്കുവാൻ ഇന്ന് പിശാച് വളരെ ശക്തിയോടെ പ്രവർത്തിക്കുന്ന കാലം. വെളിപാട് 12:12 കാലം. സാത്താൻ വളരെയധികം പ്രബലപ്പെട്ടിരിക്കുന്നൊരു കാലം. അമ്മ മാതാവ് പറയാണ്, വിമല ഹൃദയ ഭക്തി പ്രചരിപ്പിക്കണം. അവസാനം ഈ അന്തിമ യുദ്ധത്തിൽ എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. പരിശുദ്ധ അമ്മ തന്നെ സ്നേഹിക്കുന്ന തൻ്റെ പൊന്നോമന മക്കൾക്ക് തന്നിരിക്കുന്ന മനോഹരമായ വാഗ്ദാനമാണ്. ഈ നിർണായകമായ യുദ്ധത്തിൽ അവസാനം എൻ്റെ വിമല ഹൃദയം വിജയം വരിക്കും. എൻ്റെ സഹോദരങ്ങളെ, ഈ അന്തിമ യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ഇന്ന് ലോകത്തിൽ കാണുന്നത്. ദൈവനിഷേധം, ദൈവദൂഷണം, വിശ്വാസരാഹിത്യം, വഴിവിട്ട പാപമ്ലേച്ഛതകൾ, ലൈംഗിക അരാജകത്വങ്ങൾ, സ്നേഹരാഹിത്യം, ഭിന്നത, അനൈക്യം, അച്ചടക്കമില്ലായ്മ, അശുദ്ധി, ദുർവൃത്തി, എല്ലാവിധത്തിലുള്ള പാപത്തിൻ്റെ അതിപ്രസരങ്ങൾ ഇന്ന് ലോകത്തിൽ നമ്മൾ കാണുന്നു. എന്താണ് ഇതിൻ്റെ കാരണം? ഇത് അപചാരിതമല്ല, ഇത് യാദർശികമല്ല. എൻ്റെ സഹോദരി സഹോദരങ്ങളെ, പരിശുദ്ധ അമ്മ മാതാവിലൂടെ, അന്ത്യകാല പ്രവാചകിയായ നമ്മുടെ അമ്മയിലൂടെ സ്വർഗം നമ്മോട് സംസാരിക്കുകയാണ്. ഇതാ നിർണായക യുദ്ധത്തിൻ്റെ പ്രതിഫലനങ്ങളാണ്, അതിൻ്റെ ഇഫക്റ്റുകളാണ് നമ്മൾ ഇന്ന് ലോകത്തിലും സഭയിലും കണ്ടുകൊണ്ടിരിക്കുന്നത്. 7ാമത് അമ്മ എന്താ പറഞ്ഞത്? ആ ഫാത്തിമ സന്ദേശങ്ങൾ സംക്ഷിപ്ത രൂപതരവോടെ നമ്മൾ ഏറ്റവും ഒരുക്കത്തോടെ വിശുദ്ധമായി ആദിശനി ആചരണം നടത്തുമ്പോൾ അതിലൊരു പ്രസാദപരമുണ്ട്, അതിൽ ദൈവകൃപയുടെ സമൃദ്ധിയുണ്ട്. അമ്മ പറഞ്ഞു, മുടങ്ങാതെ 5 മാസങ്ങളിലെ ആദ്യ ശനിയാഴ്ചകളിൽ കുമ്പസാരിക്കുകയും പരിശുദ്ധ കുർബാന സ്വീകരിക്കുകയും ജപമാലയുടെ 5 ദശരഹസ്യങ്ങളെ കുറിച്ച് ധ്യാനിച്ച് 15 മിനിറ്റ് എന്നോടൊത്തായിരിക്കുകയും ഇതെല്ലാം എൻ്റെ വിമല ഹൃദയത്തിനെ സമർപ്പിക്കുകയും ചെയ്യുന്നവർക്ക് മരണവിനാഴികയിൽ രക്ഷയ്ക്കു വേണ്ട നിത്യരക്ഷയ്ക്ക് ആവശ്യമായ പ്രസാദവരങ്ങൾ ഞാൻ വാഗ്ദാനം ചെയ്യുന്നു. വിശ്വസിച്ചൊരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. 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 ആദ്യ ശനി ആചരണത്തിന് അർത്ഥം മനസ്സിലാക്കണം. അത് വെറും ഭൗതികമായ നന്മകൾ നേടിയെടുക്കാൻ വേണ്ടി ആകരുത്. അങ്ങനെ തരം താഴ്ന്നു പോകരുത്. നമ്മുടെ ആധ്യാത്മികത പരിശുദ്ധ അമ്മയോടുള്ള സ്നേഹത്തെ പ്രതി. എൻ്റെ സഹോദരങ്ങളെ, ലോകത്തിൻ്റെ മാനസാന്തരത്തിന് വേണ്ടി, സഭയുടെ നന്മയ്ക്ക് വേണ്ടി, നശിക്കുന്ന അസംഖ്യ ആത്മാക്കളുടെ നിത്യരക്ഷയ്ക്ക് വേണ്ടി നമ്മൾ ജപമാല ചൊല്ലി, നല്ല കുമ്പസാരം നടത്തി, പരിശുദ്ധ കുർബാന സ്വീകരിച്ച്, അമ്മയോടൊപ്പം ധ്യാനിച്ച്, ഈ നിയോഗങ്ങളെല്ലാം അമ്മയുടെ വിമല ഹൃദയത്തിന് സമർപ്പിച്ച് ആരെല്ലാം പ്രാർത്ഥിക്കുന്നുവോ അവർക്ക് അമ്മ അവസാന വിനാഴികയിൽ, നമ്മുടെ മരണസമയത്ത്, നമ്മുടെ മരണം എപ്പോഴാ ആർക്കും അറിയത്തില്ല, നിത്യരക്ഷയ്ക്ക് ആവശ്യമായ പ്രസാദവരങ്ങൾ അമ്മ തരും. കാരണം അവൾ പ്രസാദവരങ്ങളുടെ വിളമ്പുകാരിയാണ്, വിതരണക്കാരിയാണ്. എല്ലാ കൃപാവരങ്ങളും തൻ്റെ മക്കളിലേക്ക് വിതരണം ചെയ്യാൻ പരിശുദ്ധ ത്രിത്വം നിയോഗിച്ചിരിക്കുന്നത് പരിശുദ്ധ അമ്മ മാതാവിനെയാണ്. സഹോദരങ്ങൾ മനസ്സിലാക്കണം.
അവസാനമായി എട്ടാമത്തെ ആ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിൽ എന്താ കാണുന്നത്? ഉത്തിരിയ ഭക്തിയാണ്. ഉത്തിരിയ ഭക്തി. നിങ്ങൾ ചിന്തിക്കണം എൻ്റെ സഹോദരങ്ങളെ, ഇത് നമ്മൾ കാണുന്നു, ഇത് ഉത്തിരിയമാണ്, ഉത്തിരിയ ഭക്തി. 1917 നമ്മളെല്ലാവരും ഇത് അണിയണം. ഇത് നിങ്ങളെ കാണിക്കാൻ വേണ്ടി ഞാൻ എടുത്തതല്ല കേട്ടോ. ഉത്തിരി എന്താന്ന് പലർക്കും ചിലപ്പോൾ അറിയാൻ പാടില്ല എന്ന് വരാം, അതുകൊണ്ട് ഞാൻ അത് കാണിച്ചതാണ്. എൻ്റെ സഹോദരങ്ങളെ, 1917 ഒക്ടോബർ 13 അവസാന പ്രത്യക്ഷ അമ്മ തൻ്റെ മക്കളിലേക്ക് ഇറങ്ങി വരുന്ന സമയത്ത് അമ്മയുടെ കയ്യിൽ ജപമാലയൊപ്പം ഉത്തിരിയും ഉണ്ടായിരുന്നു. ഉത്തിരി അമ്മ കൈകളിൽ പിടിച്ചാൽ വരുന്നത്. നമ്മൾ മനസ്സിലാക്കണം അതിനൊക്കെ പ്രാധാന്യം. ഇന്ന് അതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഒത്തിരി നഷ്ടപ്പെട്ടു. ഈ ആധുനിക കാലഘട്ടത്തിൽ ഉത്തിരീയത്തിനൊക്കെ എന്ത് പ്രാധാന്യം! അതൊക്കെ പഴഞ്ചനാശയമാണ്. ശരിക്കും നമ്മൾ കഴുത്തിൽ അണിയേണ്ടത് ഉത്തിരീയമാണ്, കരങ്ങളിൽ പിടിക്കേണ്ടത് പരിശുദ്ധ ജപമാലയാണ്. ഒരു ഹല്ലേലൂയ പറഞ്ഞേ. ഹല്ലേലൂയ. ശക്തിയോടെ ഹല്ലേലൂയ. നമ്മൾ ഉത്തിരിയം അണിയണം. ഉത്തിരിയം പിടിച്ചുകൊണ്ടാണ് അമ്മ സ്വർഗം വിട്ടിറങ്ങി വന്നത്. ഉത്തിരിയ ഭക്തി. നമ്മളത് പിന്നീട് ധ്യാനിക്കും. അടുത്ത മാസങ്ങളിൽ നമ്മളത് ധ്യാനിക്കും. അവസാനമായി ആ സന്ദേശങ്ങളുടെ സംക്ഷിപ്ത രൂപത്തിൽ അമ്മ പറഞ്ഞത് വിമല ഹൃദയ പ്രതിഷ്ഠയാണ്. ആ പ്രതിഷ്ഠയുടെ പ്രാധാന്യമാണ്. നമ്മൾ നമ്മെ തന്നെ, നമ്മുടെ കുടുംബങ്ങളെയും യേശുവിൻ്റെ തിരുഹൃദയത്തിനും മറിയത്തിന് വിമല ഹൃദയത്തിനും പ്രതിഷ്ഠിക്കുവാൻ അമ്മ ആവശ്യപ്പെടുന്നു. കർത്താവ് ലൂസിയോട് പറഞ്ഞു, എന്താ പറഞ്ഞത്? എനിക്ക് വേണ്ടിയും നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടിയും തങ്ങളെ തന്നെ സമർപ്പിച്ച് എന്നെ സേവിക്കുന്ന ആത്മാക്കളെയും പ്രകാരമുള്ള പുരോഹിതന്മാരെയും എനിക്ക് ആവശ്യമുണ്ട്. അങ്ങനെയുള്ള വൈദികർ ആവശ്യമുണ്ട്. ബഹുമാനപ്പെട്ട വന്യ വൈദികരെ, നിങ്ങൾ കൂടെ വിമല ഹൃദയ പ്രതിഷ്ഠ പുതുക്കണം. നമ്മുടെ ഇടവക സമൂഹങ്ങളെ, സഭയെ, ഈ ലോകത്തെ നമ്മൾ നേരിടുന്ന പ്രതിസന്ധികളിൽ, പ്രതികൂലങ്ങളിലെല്ലാം പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തിന് ഇതെല്ലാം പ്രതിഷ്ഠിച്ച് സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അത്ഭുതങ്ങൾ ലോകത്തിലും സഭയിലും പരിശുദ്ധ അമ്മയിലൂടെ പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കും. പരിശുദ്ധാത്മാവിൻ്റെ മണവാട്ടിയാണ് പരിശുദ്ധ അമ്മ. ഈ ഫാത്തിമ ദിനത്തിൽ സ്വർഗം തന്ന ഈ സന്ദേശങ്ങളുടെ അർത്ഥം മനസ്സിലാക്കി കൃപയായി സ്വീകരിക്കാൻ, അഭിഷേകമായി ഏറ്റെടുക്കുവാൻ നമുക്കൊരുങ്ങാം. ഫാത്തിമ സന്ദേശങ്ങളിലൂടെ എന്താണ് ത്രിയേക ദൈവം ആഗ്രഹിച്ചത്? അതെല്ലാം നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകപ്പെടുവാൻ, കുടുംബങ്ങളിലേക്ക്, കൂട്ടായ്മകളിലേക്ക്, നമ്മുടെ സഭയിലേക്ക് ഈ അനുഗ്രഹങ്ങളും ഈ പ്രസാദപരത്തിൻ്റെ കവിഞ്ഞൊഴുക്കെല്ലാം ഉണ്ടാകുവാൻ തുടർന്ന് വരുന്ന പരിശുദ്ധ കുർബാനയുടെ ആരാധനയിൽ, ദിവ്യകാരുണ്യ ആരാധനയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുകയാണ്. നമുക്കെല്ലാവർക്കും മുട്ടുകുത്തി നിൽക്കാം. നിങ്ങൾ ശ്രദ്ധിക്കണമേ, എല്ലാ മാസവും 13 ഷെക്കൻ ന്യൂസിലൂടെ അന്ത്യകാല പ്രവാചക ശുശ്രൂഷയുണ്ട്. അനേകരോട് പറയുക. ഇതിൻ്റെ ലിങ്ക് നിങ്ങളുടെ ബന്ധുമിത്രങ്ങൾക്കും പരിചയക്കാർക്കും സുഹൃത്തുക്കൾക്കെല്ലാം അയച്ചു കൊടുക്കണം. അത് വലിയൊരു പ്രേക്ഷിത വേലയാണ്. ഇതിലൂടെ നമ്മെ അറിയിച്ചത് പരിശുദ്ധ ത്രിത്വം തന്നെയാണ്. ഈ മരിയൻ ദിനം ആചരണത്തിൻ്റെ മഹത്വം മനസ്സിലാക്കി എല്ലാ മാസം 13 ഷെക്കൻ ന്യൂസിലൂടെ സംപ്രേഷണം ചെയ്യുന്ന അന്ത്യകാല പ്രവാചക എന്ന ശുശ്രൂഷയിൽ നിങ്ങളെല്ലാവരും പങ്കുകൊള്ളണം. ഇനി ഈ സമയത്ത് ലൈവായി പങ്കുകൊള്ളാൻ പറ്റാത്തവർക്ക് അതിൻ്റെ ലിങ്ക് യൂട്യൂബിൽ ഉണ്ടാകും. നിങ്ങൾ പിന്നീട് അത് കണ്ട് ധ്യാനിച്ച് കാലഘട്ടത്തിന് അഭിഷേകം സ്വീകരിക്കാനായി നമുക്കൊരുങ്ങാം. നിങ്ങളെ വിലപ്പെട്ട പ്രാർത്ഥനകളിൽ ഷെക്കൻ ന്യൂസിന് വേണ്ടി, ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ എന്ന് തിരുസ്നേഹത്തോടെ ഈശോയുടെ നാമത്തിൽ അപേക്ഷിക്കുകയാണ്. മുട്ടുകുത്തി കരങ്ങൾ അൾത്താരയിലേക്ക് യാചനാപൂർവ്വം തുറന്നു പിടിച്ച് നമ്മൾ ദിവ്യകാരുണ്യ ആരാധനയ്ക്കായി ഒരുങ്ങുകയാണ്. ഈശോയെ, ഈശോയെ, ഈശോയെ. ഈശോ, ആയിരം
പരിശുദ്ധൻ പരിശുദ്ധൻ ഈശോ നിത്യനുമായ ഈശോയേ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ നിത്യനുമായ ദിവ്യ കുഞ്ഞാടേ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. ഈശോയേ നിത്യനുമായ അമ്മ മാതാവിനോട് ചേർന്ന് നമുക്ക് ആരാധിക്കാം. നീ മാത്രം അമ്മ ദിവ്യകാരുണ്യത്തിന്റെ അമ്മയാണ്. അമ്മ വചനത്തിന്റെ അമ്മയാണ്. അമ്മ സഭയുടെ അമ്മയാണ്. അമ്മ ക്രിസ്ത്യാനികളുടെ സഹായമാണ്. പരിശുദ്ധ അമ്മ മാതാവേ, അമ്മയോടൊപ്പം ഞങ്ങൾ ഈശോയെ ആരാധിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ നീ മാത്രം പരിശുദ്ധൻ പരിശുദ്ധൻ. കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഭയഭക്തി ആദരവോടെ നമ്മൾ ഈശോയെ ആരാധിക്കുകയാണ്. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യമായ പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമാ ദിവ്യകാരുണ്യ ഈശോയ്ക്ക് നീരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. കർത്താവിൽ എൻ്റെ സഹോദരി സഹോദരങ്ങളെ സാധിക്കുന്നവരെ, ഫാത്തിമ പ്രത്യക്ഷീകരണത്തിന് മുൻപായി കർത്താവ് തൻ്റെ മാലാഖയെ അയച്ച ഇടയ കുഞ്ഞുങ്ങൾ ഒരുക്കുകയാണ്. മാലാഖയിലൂടെ സ്വർഗം പഠിപ്പിച്ച മാപപേക്ഷ പ്രാർത്ഥന നമ്മൾ ദിവസത്തിൽ പല പ്രാവശ്യം അത് പ്രാർത്ഥിക്കുന്നത് ലോകത്തിനും സഭയ്ക്കും നമുക്കും വലിയ അനുഗ്രഹമാണ്. നിലം പറ്റെ കുനിഞ്ഞ് സാധിക്കുന്നവർ നിലത്ത് നമ്മുടെ ശിരസ് മുട്ടിച്ച് അങ്ങനെയാണ് നമ്മളത് പ്രാർത്ഥിക്കേണ്ടത്. നമുക്ക് ഫാത്തിമയിൽ അമ്മ പഠിപ്പിച്ച സ്വർഗം പഠിപ്പിച്ച പ്രാർത്ഥനയാണ്. നമുക്കത് വിശ്വാസത്തോടെ ഭയഭക്തി ആദരവോടെ ഏറ്റുചൊല്ലാം. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. ഒരിക്കൽ കൂടെ എൻ്റെ ദൈവമായ കർത്താവേ, എൻ്റെ ദൈവമായ കർത്താവേ, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയിൽ വിശ്വസിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയെ ആരാധിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കുന്നു, ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. ദൈവമായ കർത്താവേ, ദൈവമായ കർത്താവേ, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ വിശ്വസിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയിൽ പ്രത്യാശ അർപ്പിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ ആരാധിക്കാത്തവർക്ക് വേണ്ടി, അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി അങ്ങയെ സ്നേഹിക്കാത്തവർക്ക് വേണ്ടി ഞാൻ അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പപേക്ഷിക്കുന്നു. മാപ്പപേക്ഷിക്കുന്നു. ഞാൻ അങ്ങയോട് ഞാൻ അങ്ങയോട് മാപ്പ് ചോദിക്കുന്നു. മാപ്പ് ചോദിക്കുന്നു. ഭയഭക്തി ആദരവോടെ ദിവ്യകാരുണ്യീശോയുടെ മുൻപിൽ നമ്മൾ എഴുന്നേറ്റ് നിൽക്കുന്നു. അൾത്താരയിലേക്ക് നമ്മുടെ കരങ്ങൾ തുറന്നു പിടിക്കാൻ നമുക്ക് ഈ ഫാത്തിമ ദിനത്തിൽ പരിശുദ്ധ അമ്മ മാതാവ് ഫാത്തിമയിൽ പ്രത്യക്ഷപ്പെട്ട് നമ്മെ അറിയിച്ച സന്ദേശങ്ങളുടെ അസംക്ഷിപ്ത രൂപം നമ്മൾ ഇന്നത്തെ വചന ശുശ്രൂഷയിലൂടെ കാണുകയും ധ്യാനിക്കുകയുമായിരുന്നു.
നമ്മുടെ അമ്മ സ്വർഗീയ അമ്മ, അവൾ സ്വർഗത്തിന്റെ സൈന്യാധിപയാണ്. അവൾ അന്ത്യകാലത്തിന്റെ പ്രവാചികയാണ്. അമ്മയോടൊപ്പം നമ്മുടെ അമ്മ മാതാവിന്റെ കരങ്ങൾ പിടിച്ച് അമ്മയോട് ചേർന്ന് ഈ അൾത്താരയിൽ സത്യമായും പരിശുദ്ധരിൽ പരിശുദ്ധനായി എഴുന്നള്ളി വന്നിരിക്കുന്നു സർവശക്തനും സർവാധിപനുമായ ജീവിക്കുന്ന കർത്താവിന്റെ തിരുമുൻപിലേക്ക് നമ്മുടെ ഇരു കരങ്ങളെ യാചനാപൂർവം തുറന്നു പിടിക്കാം. കണ്ണുനീരോട് നമുക്ക് പ്രാർത്ഥിക്കാം. ലോക സമാധാനത്തിനു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ സഭയിൽ സ്നേഹവും സമാധാനവും ഐക്യവും ഉണ്ടാകുവാൻ പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയത്തോട് ചേർന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകാൻ, ആനന്ദമുണ്ടാകാൻ, പരിശുദ്ധാത്മ അഭിഷേകമുണ്ടാകാൻ, നമ്മുടെ കുടുംബങ്ങളെല്ലാം പ്രസാദവരത്തിന്റെ സമൃദ്ധിയിൽ നിറയുവാൻ, നമ്മുടെ സമൂഹങ്ങളിൽ വരപ്രസാദത്തിന് നിറഞ്ഞൊഴുക്കുണ്ടാകുവാൻ, നമ്മുടെ കുഞ്ഞുങ്ങളെല്ലാം വിശുദ്ധിയിലും വിശ്വാസത്തിലും വളരുവാൻ, നമ്മുടെ വ്യക്തി ജീവിതത്തിൽ പരിശുദ്ധാത്മാവിന്റെ അഭിഷേക പകർച്ചയുണ്ടാകുവാൻ കരങ്ങൾ തുറന്നു പിടിച്ച് അമ്മയുടെ വിമല ഹൃദയത്തിന്റെ യോഗ്യതകളോട് ചേർന്ന് പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം തേടി നമ്മുടെ അമ്മയുടെ കരങ്ങൾ പിടിച്ച് നമ്മൾ ഒന്നിച്ച് സ്വരമുയർത്തി ഒരു മനസ്സോടെ വിളിക്കുന്നു, ഈശോയേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹൃദയം തുറന്ന് വിശ്വസിച്ച് പ്രാർത്ഥിക്കുക. സ്വർഗം ഇടപെടുന്ന സമയം, പരിശുദ്ധ കുർബാനയിൽ നിന്ന് കർത്താവിന്റെ അത്ഭുത ശക്തി അനേകം ആയിരങ്ങളിലേക്ക് ഒഴുകപ്പെടുന്ന സമയം. ഇതാ വ്യക്തി ജീവിതങ്ങളെ, നമ്മുടെ കുടുംബങ്ങളെ, തലമുറകളെ, നമ്മുടെ സമൂഹങ്ങളെ, നമ്മുടെ സഭയെ, ലോകം മുഴുവനെയും കർത്താവ് അനുഗ്രഹിക്കുന്ന സമയം. ഈശോയെ, ഈശോയെ സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. കൃപ ചൊരിയണമേ. ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, സഭയുടെ ഉണർവിന് വേണ്ടി, അസംഖ്യം ആത്മാക്കളുടെ നിത്യമായ രക്ഷയ്ക്ക് വേണ്ടി പരിഹാരം ചെയ്യുവാൻ, പരിത്യാഗങ്ങൾ ഏറ്റെടുക്കുവാൻ, നിലവിളിയോടെ പ്രാർത്ഥിക്കുവാൻ കർത്താവ് ഞങ്ങൾ അഭിഷേകം ചെയ്യണമേ. പരിശുദ്ധ അമ്മ മാതാവിന്റെ സന്ദേശങ്ങള് ഞങ്ങളുടെ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ അനുസരിക്കുവാൻ ഞങ്ങളെ അഭിഷേകം ചെയ്യണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കൃപ തരണമേ, കൃപ തരണമേ. പ്രാർത്ഥനയുടെ കൃപ, പരിഹാരത്തിന്റെ കൃപ, പരിത്യാഗ പ്രവൃത്തികളുടെ കൃപ പരിശുദ്ധാത്മാവേ നൽകണമേ, പരിശുദ്ധാത്മാവേ നൽകണമേ. സ്തുതിക്കുന്നു, 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 സ്തുതിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കരങ്ങൾ ദിവ്യകാണത്തിൽ കോർത്ത് പിടിച്ച്, കൈകൾ കോർത്ത് പിടിക്കാം മക്കളെ, കൈകൾ കോർത്ത് പിടിക്കുന്നു. അമ്മ നമ്മുടെ ഇടയിലൂടെ സഞ്ചരിക്കുന്നുണ്ട്. നമ്മുടെ കുടുംബങ്ങളിലേക്ക് അമ്മ ഇതാ കടന്നു വരുന്നു. ദിവ്യ കാരുണ്യത്തിൽ നിന്ന് ഒഴുകപ്പെടുന്ന അനന്ത കൃപകൾ നമ്മുടെ ജീവിതങ്ങളിലേക്ക് അമ്മ പകരുകയാണ്. അമ്മയുടെ സാന്നിധ്യം അനുഭവിച്ച് ദിവ്യകാരുണ്യ സന്നിധിയിൽ പ്രാർത്ഥിക്കുവാൻ, പരിത്യാഗം ചെയ്യുവാൻ, പരിഹാരം അനുഷ്ഠിക്കുവാൻ, നശിക്കുന്ന ആത്മാക്കൾക്ക് വേണ്ടി, എണ്ണമറ്റ ലോകത്തിന്റെ പാപങ്ങൾക്ക് വേണ്ടി, കർത്താവേൽക്കുന്ന നിന്ന അപമാനങ്ങളെ പ്രതി, എല്ലാ ദൈവനിന്ദാപരമായ പ്രവൃത്തി ദോഷങ്ങളെ പ്രതി മാപ്പ് ചോദിച്ച് പരിഹാരം ചെയ്ത് പ്രാർത്ഥിക്കാൻ കൃപ തരണമേ എന്ന് യാചിച്ചുകൊണ്ട്, കർത്താവാം ദൈവമേ, വാഗ്ദാനം പോൽ ആത്മാവിനെ, കൃപകളെ, അഭിഷേകത്തെ വർഷിക്കണമേ എന്ന് നമ്മൾ ഒന്നിച്ചൊരു മനസ്സോടെ അമ്മ മാതാവിനോട് ചേർന്ന് പാടി പ്രാർത്ഥിക്കുകയാണ്. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ വരണമേ, പരിശുദ്ധാത്മാവേ പ്രവർത്തിക്കണമേ. ഫാത്തിമ സന്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ വ്യക്തി ജീവിതത്തിൽ, കുടുംബങ്ങളിൽ, കൂട്ടായ്മകളിൽ, സഭയിൽ ഈ സന്ദേശങ്ങൾ നടപ്പിലാക്കുവാൻ പരിശുദ്ധാത്മാവേ കൃപകൾ നൽകണമേ, അഭിഷേകം നൽകണമേ.
കർത്താവാം ദൈവമേ വാഗ്ദാനം പോ ആത്മാവിനെ വർഷിക്കണമേ. കർത്താവാം ദൈവമേ വാഗ്ദാനം ഹോളി സ്പിരിറ്റ് ആത്മാവിനെ വർഷിക്കണമേ. ഹല്ലേലൂയ 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 സ്തോത്രമാമേൻ. ഈശോയേ ഞങ്ങൾ അനോയിന്റ് ചെയ്യണമേ. അനോയിന്റ് പൈശാചിക കെട്ടുകള്, സാത്താന്യ ആധിപത്യങ്ങള്, തിന്മയുടെ അരൂപികള്, പൈശാചിക പീഡകള് ദിവ്യ കാരുണ്യത്തിന്റെ അനന്ത ശക്തിയാൽ, പരിശുദ്ധ അമ്മ മാതാവിന്റെ മധ്യസ്ഥ ശക്തിയാൽ തകർക്കപ്പെടട്ടെ. അമ്മയുടെ വിമല ഹൃദയത്തിന് അനന്ത യോഗ്യതകളാൽ നിർവീര്യമാകട്ടെ. ഹല്ലേലൂയ 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 സ്തോത്രമാമേ. നമ്മുടെ വ്യക്തിപരമായ, നമ്മുടെ കുടുംബത്തിന്റെ, സമൂഹത്തിന്റെ എല്ലാ നിയോഗങ്ങളെ, ആവശ്യങ്ങളെയും പരിശുദ്ധ അമ്മയുടെ വിമല ഹൃദയം വഴി ഈശോയുടെ തിരുഹൃദയത്തിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. എല്ലാ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുക. നമ്മെ ഓരോരുത്തരെയും, നമ്മുടെ കുടുംബങ്ങളെ, നമ്മുടെ മക്കളെ, നമ്മുടെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ തലമുറകളെ, നമ്മുടെ സമർപ്പിത സമൂഹങ്ങളെ, നമ്മുടെ ആത്മീയ കൂട്ടായ്മകളെ, തിരുസഭയെ, സഭയുടെ എല്ലാ നിയോഗങ്ങളെയും മാതാവിന്റെ വിമല ഹൃദയത്തിന് പ്രതിഷ്ഠിക്കുകയാണ്, സമർപ്പിക്കുക. ആമേൻ. എൻ്റെ സഹോദരങ്ങളെ, നമ്മൾ ദിവ്യകാരുണ്യ ആശീർവാദം സ്വീകരിക്കാൻ പോവാണ്. ഞാൻ സൂചിപ്പിച്ചതുപോലെ എല്ലാ മാസവും 13-ാം തീയതി ഷെക്കേന ന്യൂസിലൂടെ അന്ത്യകാല പ്രവാചക എന്ന ശുശ്രൂഷ മരിയൻ ദിനമായി നമ്മൾ ആചരിക്കുന്നു. നിങ്ങൾ അനേകർ കടന്നു വരണം. ഇന്ത്യയിലും ഇന്ത്യക്ക് പുറത്തും വിദേശ രാജ്യങ്ങളിലൊക്കെ ആയിരിക്കുന്നവരെ ഇതിൻ്റെ ലിങ്കുകൾ നിങ്ങൾ ഷെയർ ചെയ്ത് ഈ ഒരു ദിനത്തിൻ്റെ പ്രാധാന്യവും അതിനാവശ്യകതയും മനസ്സിലാക്കി ഒന്നിച്ച് അമ്മയോടൊപ്പം വന്നിരുന്ന് അമ്മയെ മഹത്വപ്പെടുത്തി കാലഘട്ടത്തിന് ആവശ്യമായ അതിസ്വാഭാവിക കൃപകൾ സ്വീകരിക്കാനായിട്ട് നമുക്കൊരുങ്ങാം. നിങ്ങൾ ഈ മാധ്യമ ശുശ്രൂഷയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ഷെക്കേന ന്യൂസിന് വേണ്ടി ചോദിക്കുകയാണ്. ഒത്തിരിയേറെ പ്രാർത്ഥന ആവശ്യമുള്ളൊരു സമയമാണ്. നിങ്ങൾ പ്രാർത്ഥിക്കണം. സാധിക്കുന്ന പോലെ നിങ്ങൾ എല്ലാവിധത്തിലും സഹായിക്കണം, സപ്പോർട്ട് ചെയ്യണം. തുടർന്ന് വരുന്ന ശുശ്രൂഷകൾ ബഹുമാനപ്പെട്ട ജിബ്സ് മഞ്ഞാക്കലച്ചൻ്റെ കുടുംബധ്യാനം നടക്കുന്ന രാത്രിയിൽ 9 തൊട്ട് 10 വരെ ഇന്ത്യൻ സമയം നിങ്ങളത് കാണണം. 16-ാം തീയതി മക്കളെയോർത്ത് കരയുന്ന, വേദനിക്കുന്ന, വഴിവിട്ടു പോകുന്ന മക്കൾ, വിശ്വാസം നഷ്ടപ്പെടുന്ന മക്കൾ, അവരെയോർത്ത് കണ്ണീരൊഴുക്കുന്ന മാതാപിതാക്കൾക്ക് നമ്മൾ കർത്താവിൻ്റെ വാഗ്ദാന പ്രകാരം സഹായം ദൈവത്തിൽ നിന്നുള്ള ശുശ്രൂഷ ചെയ്യുകയാണ്. എൻ്റെ മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ലൈവായി നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ, നിങ്ങളുടെ ആവശ്യങ്ങൾ വാട്സപ്പ് നമ്പറിൽ ഷെക്കേന ന്യൂസിലൂടെ എൻ്റെ പ്രൊമോ പോകും, നിങ്ങളതിലേക്ക് അയയ്ക്കുക. ദിവ്യകാരുണ്യ ആരാധന സമയത്ത് നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കും. എല്ലാ ശുശ്രൂഷകൾക്കായി നിങ്ങൾ പ്രാർത്ഥിക്കണേ. എല്ലാവരും ഈശോ അനുഗ്രഹിക്കട്ടെ. മുട്ടുകുത്തി കരങ്ങൾ കൂപ്പി ശിരസ് നമിച്ച് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാൻ നമുക്കൊരുങ്ങാം. ഈശോയെ നന്ദി, ഈശോയെ നന്ദി, ഈശോയെ നന്ദി. സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു. കർത്താവേ, നന്ദി പറഞ്ഞ് ആരാധിക്കുന്നു. ഈ ഫാത്തിമ ദിനത്തിൽ സ്വർഗം തരുന്ന എല്ലാ കൃപാവരങ്ങളും ഞങ്ങളിലേക്ക് ഒഴുകപ്പെടുവാൻ കർത്താവേ ഞങ്ങൾ ഒന്നിച്ചു പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ കുടുംബങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ, ഞങ്ങളുടെ സമൂഹങ്ങൾ ആശീർവദിക്കപ്പെടട്ടെ, ഞങ്ങളുടെ സഭ ആശീർവദിക്കപ്പെടട്ടെ. ലോകവും എല്ലാ ജനതകളും കർത്താവിനാൽ ആശീർവദിക്കപ്പെടട്ടെ. ലോക സമാധാനമുണ്ടാകട്ടെ, സഭയിൽ സമാധാനമുണ്ടാകട്ടെ, കുടുംബങ്ങളിൽ സമാധാനമുണ്ടാകട്ടെ. ഈശോയെ നന്ദി, ഈശോയെ സ്തുതി, ഈശോയെ ആരാധന. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും
ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധപരമാ ദിവ്യകാരുണ്യീശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ.